بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വോയിസ് ക്ലിയർ ആണോ? കേൾക്കാമോ? ഓക്കെ, അൽഹംദുലില്ലാ. റിവിഷൻ എങ്ങനെ പോകുന്നു? റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ടൈം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ലെസൺ 5 ടു ലെസൺ 10 ആണ്. 5 ലെസൺസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. പലർക്കും ഏത് ക്ലാസ് ഓൺവേർഡ്സ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ക്ലാസ് 14 ഓൺവേർഡ്സ് ആണ്. ലെസൺ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 14th ക്ലാസ് ഓൺവേർഡ്സ്, 14ാമത്തെ ക്ലാസ് തൊട്ടിട്ടാണ്. 14ാമത്തെ ക്ലാസ് തൊട്ട് ലാസ്റ്റ് ക്ലാസ് വരെ. ഓക്കെ, അതിൽ കവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളായിരിക്കും വരിക. സോറി, 6 ലെസൺസ്. 5 ലെസൺസ് എന്നാണോ ഞാൻ പറഞ്ഞത്? യെസ്, 6 ലെസൺസ്, 5 to 10. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, ക്ലാസ് 14 ഓൺവേർഡ്സ്, 14ാമത്തെ ക്ലാസ് തൊട്ടിട്ടുള്ള കവർ ചെയ്തിട്ടുള്ള എല്ലാ പോർഷൻസും ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മലയാളം നോട്ട്സ് ആണ്. ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നവർ നിങ്ങൾ ഇംഗ്ലീഷ് നോട്ട്സ് സൈഡിൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം രണ്ടും കൂടെ എടുത്ത് പോകാനാണെങ്കിൽ കുറേ ടൈം എടുക്കും. ഓക്കെ, കുറേശ്ശെ കവർ ചെയ്യാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളതിന് ഞാൻ പറഞ്ഞതിന് ശേഷം ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഡൗട്ട്സ് ചോദിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ആ ഫ്ലോ നഷ്ടപ്പെടും. അതുകൊണ്ടിട്ടാണ്. ഇപ്പോൾ പോർഷൻ കവർ ചെയ്ത് പോകുന്ന അനുസരിച്ചിട്ട് ഡൗട്ട്സ് ഞാൻ ഉണ്ടോയെന്ന് ചോദിക്കാം ഇൻഷാ അല്ലാ. പുതിയതായിട്ടൊന്നും ഇല്ല, പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ നോട്ട്സും നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനകത്തൊന്നും പുതിയതായിട്ടില്ല. പഠിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളേ. ഓക്കെ, ബിസ്മില്ലാ, സ്റ്റാർട്ട് ചെയ്യാം. ലെസൺ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇദോഫ വെച്ചിട്ടാണ്. ഇദോഫ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഒരു നാമത്തെ മറ്റൊരു നാമത്തോട് ചേർക്കുന്നതാണ് ഇദോഫ. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പൊസസീവ് എന്ന് പറയും. ഒരു പൊസസ്ഡ് നൗണും ഉണ്ടാകും, ഒരു പൊസസർ അല്ലെങ്കിൽ ഒരു ഓണർ ഉണ്ടാകും. ബേസിക്കലി ഒരു ഉടമ അല്ലെങ്കിൽ ഉടമയും ഉടമസ്ഥതയിലുള്ള വസ്തുവോ അല്ലെങ്കിൽ ആളുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇദോഫ. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ഇത് അധ്യാപകന്റെ പുസ്തകം അല്ലെങ്കിൽ അധ്യാപികയുടെ പുസ്തകം. അപ്പൊ ഈ ഇന്റെ ഉടെ എന്ന് പറയുന്ന ആ ഒരു കണക്ഷൻ, അതിനെയാണ് നമ്മൾ അറബിയിൽ എഴുതുമ്പോൾ ഇദാഫ എന്ന് വിളിക്കുന്നത്. 2 നൗൺസ് ഉണ്ടായിരിക്കും, 2 ഇസ്മായിരിക്കും. അത് വെച്ച് 2 ഇസ്മ ചേരുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ആ ഒരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷനെയാണ് നമ്മൾ ഇദാഫ എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ബുക്ക് ഓഫ് ദ ടീച്ചർ അല്ലെങ്കിൽ എ ബുക്ക് ഓഫ് ദ ടീച്ചർ, സോറി എ ബുക്ക് ഓഫ് എ ടീച്ചർ. അപ്പൊ ഓഫ് എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ അപ്പോസ്ട്രഫി ഇട്ടും പറയും നമ്മൾ ദ ടീച്ചേഴ്സ് ബുക്ക് അല്ലെങ്കിൽ എ ടീച്ചേഴ്സ് ബുക്ക്. ഇങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ ഇദാഫ എന്ന് അറബിയിൽ വിളിക്കുന്നത്. ഇവിടെ നമുക്ക് ഇദാഫയിൽ 2 നൗൺസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആദ്യമേ വരുന്ന ഒരു നൗണും ഒരു നാമവും അതിനുശേഷം വരുന്ന ഒരു നാമവും. ആ ആദ്യം വരുന്ന നൗൺ എന്ന് പറയുന്നത് മുദാഫാണ്. അറബിയിൽ എഴുതുമ്പോൾ അത് മുദാഫായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ആൻഡ് ശേഷം വരുന്നതിനെ മുദാഫ് ഇലൈഹി എന്ന് വിളിക്കുന്നു. അപ്പൊ മുദാഫ് എന്ന് പറയുന്നത് ഉടമസ്ഥതയിലുള്ളത്. ഓക്കെ, ദ പൊസസ്ഡ് വൺ. ആൻഡ് മുദാഫ് ഇലൈഹി എന്ന് പറയുന്നതാണ് അവിടെ ഉടമ, ദി ഓണർ അല്ലെങ്കിൽ പൊസസർ.
അപ്പൊ നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോഴാണെങ്കിലും അതിന്റെ ഉടമ ഏതാണെന്ന് മനസ്സിലാക്കുക, ഉടമസ്ഥതയിൽ ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. ഓണർ ഏതാണെന്നും പൊസസ് ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ പൊസസ്ഡ് തിങ് അല്ലെങ്കിൽ പൊസസ്ഡ് വൺ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക. മുദാഫ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മുദാഫ് എന്താണോ ഉടമസ്ഥതയിലുള്ളത് അതിനെ കുറിച്ചിട്ടാണ് മുദാഫ് പറയുന്നത്. അപ്പൊ മുദാഫ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താണ് ഉടമസ്ഥതയിലുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് ആദ്യമേ എഴുതാനായിട്ട്. ഇപ്പൊ അധ്യാപകന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അവിടെ അധ്യാപകൻ ഉടമയാണ്, പുസ്തകം ഉടമസ്ഥതയിലുള്ളതുമാണ്. പക്ഷെ നമ്മൾ അറബിയിൽ എഴുതുമ്പോൾ തിരിച്ചാണ് എഴുതുന്നത്. അപ്പൊ ആ മുദാഫ് ഇലൈഹി എന്നുള്ള ആ ഓർഡർ എല്ലാവരും പഠിച്ചു വെക്കണം. കറക്റ്റ് ആയിട്ട് അങ്ങനെ വരുള്ളൂ. മുദാഫ് ഇലൈഹി മുദാഫ് എന്നുള്ളൊരു കണക്ഷൻ വരത്തില്ല. ഇംഗ്ലീഷിൽ നമ്മൾ ബുക്ക് ഓഫ് ദ ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ഓർഡറിൽ തന്നെ ആയിരിക്കും അറബിയിൽ എഴുതുക. അതേസമയം അപ്പോസ്ട്രഫി ഇട്ട് ടീച്ചേഴ്സ് ബുക്ക് എന്ന് എഴുതുമ്പോൾ ഓർഡർ തിരിയും. അപ്പൊ എന്ത് ഓർഡർ ആണെങ്കിലും ഇത്രയേ ഉള്ളൂ. മുദാഫ് ആദ്യമേ വരണം, മുദാഫ് ഇലൈഹി ശേഷം വരണം. മുദാഫ് എന്താണെന്നും മുദാഫ് ഇലൈഹി എന്താണെന്നും മനസ്സിലാക്കിയാൽ ഇനി ആ ഓർഡറിന്റെ കാര്യത്തിൽ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മുദാഫ് ഉടമസ്ഥതയിലുള്ളതും മുദാഫ് ഇലൈഹി ഉടമയും, ദി ഓണർ. ഓക്കെ, അതാണ് അങ്ങനെ എഴുതുന്നത്. നമുക്ക് ഇൻഡെ ഉഡെ അല്ലെങ്കിൽ ഓഫ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ എഴുതണമെങ്കിൽ നമ്മൾ ഇദാഫ വെച്ചിട്ടാണ് എഴുതുന്നത്. അത് മുദാഫ് ഇലൈഹി ആണ്. ഇനി എന്തൊക്കെയാണ് മുദാഫിന്റെ കണ്ടീഷൻ, എന്തൊക്കെയാണ് മുദാഫ് ഇലൈഹിയുടെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, മുദാഫിന്റെ കണ്ടീഷൻ മുദാഫ് അല്ലും തൻവീനും ഉണ്ടാവില്ല അല്ലെങ്കിൽ എടുക്കില്ല. നമുക്കറിയാം മുദാഫ് സാധാരണ ഒരു നൗണ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അല്ലുണ്ടാകും അല്ലെങ്കിൽ തൻവീനുണ്ടാകും. പക്ഷെ മുദാഫിന്റെ കേസിൽ മുദാഫ് അല്ലും എടുക്കില്ല തൻവീനും എടുക്കില്ല. പിന്നെ അതിന്റെ ഇറാബിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3 അവസ്ഥയിലും നമുക്ക് അതിനെ കാണാം. മർഫുആയിട്ടും മൻസൂബായിട്ടും മജ്റൂറായിട്ടും നമുക്ക് കാണാം മുദാഫ്. ആൻഡ് മുദാഫ് മാരിഫയോ നക്കീറോയോ ആയിരിക്കാം. ഇനി മുദാഫ് ഇലൈഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുദാഫ് ഇലൈഹിക്ക് അല്ലും തൻവീനും എടുക്കില്ല എന്നൊരു റൂളൊന്നുമില്ല. മുദാഫ് ഇലൈഹി ഒന്നെങ്കിൽ അല്ല് കാണും ഇല്ലെങ്കിൽ തൻവീൻ കാണും. ഇനി മുദാഫ് ഇലൈഹിയുടെ ഇറാബ്, മുദാഫ് 3 അവസ്ഥയിലും കാണും എന്ന് പറയുമ്പോൾ മുദാഫ് ഇലൈഹി പക്ഷെ മജ്റൂറിൽ മാത്രമായിട്ടായിരിക്കും കാണാം. മജ്റൂർ എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ നമ്മൾ മുദാഫ് ഇലൈഹിനെ കാണുള്ളൂ. ആൻഡ് അത് മാരിഫയോ നക്കീറയോ ആകാം. അതൊരു സെയിം തന്നെയാണ്, മുദാഫ് പോലെ തന്നെയാണ്, മാരിഫയോ നക്കീറയോ ആകാം. അതാണ് മുദാഫും മുദാഫ് ഇലൈഹിയുടെയും കണ്ടീഷൻസ് അല്ലെങ്കിൽ റൂൾസ്. ഇനി നമ്മൾ അറബിയിൽ നേരത്തെ പറഞ്ഞ സെന്റൻസ് അധ്യാപകന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് മാരിഫയായിട്ടും നക്കീറായിട്ടും എഴുതാം. ഓക്കെ, അധ്യാപകൻ, പ്രസ്തുത അധ്യാപകൻ അല്ലെങ്കിൽ ദ ടീച്ചേഴ്സ് ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ദ ബുക്ക് ഓഫ് ദ ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കിതാബുൽ മുദർരിസി എന്ന് എഴുതും. അതല്ല എ ടീച്ചേഴ്സ് ബുക്ക് അല്ലെങ്കിൽ എ ബുക്ക് ഓഫ് എ ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ പുസ്തകം, ആ അധ്യാപകൻ ഏതാണെന്ന് ആരാണെന്നൊന്നും വ്യക്തമല്ല. അങ്ങനെ പറയുമ്പോൾ കിതാബു മുദർരിസിൻ. ഇവിടെ ഇത് രണ്ടും ഇദാഫയാണ്. ഇവിടെ കിതാബു മുദാഫും മുദർരിസിൻ അല്ലെങ്കിൽ അൽ മുദർരിസി മുദാഫ് ഇലൈഹിയുമാണ്. നേരത്തെ പറഞ്ഞ റൂൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ടീഷൻസ് എല്ലാം ഇവിടെ പാലിക്കുന്നുണ്ട്. കിതാബു മുദാഫാണ്, അല്ലു ഇല്ല തൻവീനും ഇല്ല. പിന്നെ ഇവിടെ ജന്മാവസ്ഥ മർഫു ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ അതിനെ സ്റ്റേറ്റ് മാറ്റാനുള്ള കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ അത് മർഫു ആയിട്ട് നമുക്ക് കാണുന്നു. ഇല്ലെങ്കിൽ അത് മൻസൂബും ആകാം മജ്റൂറും ആകാം. ഇവിടെ മർഫു. പിന്നെന്താണ് പറഞ്ഞത്? മാരിഫ അല്ലെങ്കിൽ നക്കിറ. അതിലേക്ക് ഞാൻ വരാം. ഇനി മുദാഫ് ഇലൈഹി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? മുദാഫ് ഇലൈഹി നമ്മൾ പറഞ്ഞ എന്താണ്? അതിന് അല്ലോ തൻവീനോ എടുക്കാം. ആദ്യത്തെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് അല്ലെങ്കിൽ വലതുവശത്തുള്ളതിന് തൻവീനാണ്, അതേസമയം മറ്റേതിന് അല്ലാണ്. പിന്നെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഇറാബ് പറയുന്നത് എപ്പോഴും മജ്റൂറാണ്. ഇവിടെ നോക്കിക്കേ കെസ്റയാണ് രണ്ടിടത്തും. പിന്നെ മാരിഫ അല്ലെങ്കിൽ നക്കിറ, അല്ല് വന്നപ്പോ മാരിഫ, തൻവീൻ വന്നപ്പോ നക്കിറ. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ മുദാഫ് എപ്പോഴും മാരിഫ അല്ലെങ്കിൽ നക്കീറ ആയിട്ട് നമ്മൾ കാണും എന്ന് പറയുമ്പോൾ സാധാരണ രീതിക്ക് അല്ല് വന്ന മാരിഫ, തൻവീൻ ആണെങ്കിൽ നക്കീറ എന്ന് പഠിച്ചു വെച്ച നമ്മൾ ഇവിടെ മുദാഫ് കാണുമ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പൊ മാരിഫ നക്കീറ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അല്ലും ഇല്ല തൻവീനും ഇല്ല. പക്ഷെ ഇത് ഏതെങ്കിലും ഒന്ന് ആയിരിക്കും. അത് തീരുമാനിക്കുന്നത് എന്താണ്? അതിന് ശേഷം വരുന്ന മുദാഫ് ഇലൈഹിയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, മുദാഫ് ഇലൈഹി മാരിഫയാണെങ്കിൽ മുദാഫ് മാരിഫയാണ്. മുദാഫ് ഇലൈഹി നക്കിറയാണെങ്കിൽ മുദാഫ് നക്കിറയാണ്.
അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കണോ, കൊടുക്കണോ, അല്ലെങ്കിൽ പ്രസ്തുത എന്നുള്ള രീതിയിൽ കൊടുക്കണോ എന്നുള്ളത് മുദാഫ് ഇലൈഹി നോക്കിയിട്ട് കൊടുക്കാം. മുദാഫ് ഇലൈഹി നോക്കിക്കഴിഞ്ഞാൽ മാരിഫ ആണ്, അല്ല് വെച്ചിട്ടുള്ള ഒരു നൗൺ ആണ്, അല്ലെങ്കിൽ മാരിഫ ആയിട്ടുള്ള ഇസ്മാണ് എങ്കിൽ മുദാഫ് മാരിഫ ആയിരിക്കും. മുദാഫ് ഇലൈഹി നക്കീറ ആണെങ്കിൽ മുദാഫ് നക്കീറ ആയിരിക്കും. ആൻഡ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുദാഫ് ഇലൈഹി അല്ലെങ്കിൽ ഇദാഫ എന്ന് പറയുമ്പോൾ മുദാഫും മുദാഫ് ഇലൈഹി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഇടയിൽ വേറൊരു ഇസ്മോ വേറൊരു വേർഡോ ഒന്നും വരില്ല, ഒരു വാക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ. മുദാഫും മുദാഫ് ഇലൈഹിന്റെയും ഡിങ് ഒന്ന് പറയുകയാണെങ്കിൽ, മുദാഫിന്റെ ഡിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി മാരിഫയോ നക്കീറയോ ആകാം, നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ മുദാഫിന്റെ ഡി എന്നുള്ള മാരിഫയാണോ നക്കീറയാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്താണ്? മുദാഫ് ഇലൈഹി ആണ്. ഇനി ഇറാബ് 3 അവസ്ഥയിൽ നമുക്ക് കാണാം: മർഫൂ, മൻസൂബ്, മജ്റൂർ. നമ്പർ അല്ലെങ്കിൽ അതത് മുഫ്രദും മുസന്നയായിട്ടും ജമായിട്ടും നമുക്ക് കാണാം. അതിന്റെ ജെൻഡർ ജിൻസ് പറയുകയാണെങ്കിൽ മുദക്കർ അല്ലെങ്കിൽ മുഅന്നസ് ആയിട്ട് കാണാം. ഇനി മുദാഫ് ഇലൈഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡി മാരിഫ നക്കീറ. അത് നമുക്ക് അല്ലോ, തൻവീനോ അല്ലെങ്കിൽ മാരിഫ ആയിട്ടുള്ള ഇസ്മാണ്. ഇപ്പൊ പേരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം മാരിഫയാണ് അല്ലേ? ഇല്ലെങ്കിലും നമുക്കറിയാം അത് മാരിഫയാണെന്ന്. അപ്പൊ മാരിഫ ആയിട്ടുള്ള ഇസ്മ കാണുമ്പോൾ നമുക്കറിയാം അത് മാരിഫയാണ്. നക്കീറ ആയിട്ടാണെങ്കിൽ നക്കീറ ആണെന്ന് അറിയാം. ഇറാബ് ഓൾവേസ് എപ്പോഴും മജ്റൂറാണ്. മുദാഫ് ഇലൈഹി എപ്പോഴും മജ്റൂർ. നമ്പറും ജെൻഡറും മുദാഫിന്റെ കാര്യം പോലെ തന്നെയാണ്. നമ്പർ മുഫ്രദും മുസന്ന ജമായിട്ട് കാണാം. ജെൻഡർ മുദക്കർ അല്ലെങ്കിൽ മുഅന്നസ്. ഇത് കുറച്ച് സെന്റൻസുകളാണ്. നമുക്ക് ഇദാഫ എന്ന് പറയുമ്പോൾ മുദാഫ് മുദാഫ് ഇലൈഹി സാധാരണ രീതിക്ക് നമുക്ക് അറിയാം. ഒരു ജുംല ഇസ്മി എടുക്കുകയാണെങ്കിൽ മുബത്തദ ഉണ്ടാകും, ഖബർ ഉണ്ടാകും. അതല്ല ഇനി ജുംല ഫീലി എടുക്കുകയാണെങ്കിൽ ഫെയിലും ഫായിലും കുറെ കാര്യങ്ങൾ അതിലും വരും. നമുക്ക് ഏതൊരു ജുംലയിലാണെങ്കിലും, ഇപ്പൊ ജുംല ഫെയിലി ആയിക്കോട്ടെ ജുംല ഇസ്മി ആയിക്കോട്ടെ, നമുക്ക് ഇദാഫ കാണാം. ഇനി ജുംല ഇസ്മിയിലാണെങ്കിൽ അതിനെ മുബത്തദയുടെ പൊസിഷനിൽ കാണാം, ഖബറിന്റെ പൊസിഷനിൽ കാണാം. ഒരു ജുംലയിൽ ചിലപ്പോൾ രണ്ടിലും കാണാൻ പറ്റും. മുബത്തദയുടെ ഇതിലും ഇരിക്കുന്ന കാണാം, ഖബറിന്റെ ഇതിലായിട്ടും കാണാം. ഇനി അത് മുത്താലിക്കിന്റെ ഇതിലായിട്ട് ദർഫ് മുദാഫ് ഇലൈഹി ആയിട്ടായിരിക്കും നമ്മൾ അത് അവിടെ ആ അവസ്ഥയിൽ കാണുന്നത്. പക്ഷെ എന്നാലും ഇദാഫ അവിടെയും കാണാൻ പറ്റും. ഇനി ജുംല ഫെയിലി എടുക്കുകയാണെങ്കിൽ അഗൈൻ ജാർ മജ്റൂർ കഴിഞ്ഞിട്ട് വരുന്ന ആ മുത്താലിക്കിന്റെ ഭാഗമായിട്ട് കാണാം, അല്ലെങ്കിൽ ഫായിലായിട്ട് കാണാം. ഇങ്ങനെ പല പല സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ ഇതിൽ പൊസിഷൻസിലായിട്ട് നമുക്ക് ഇദാഫനെ കാണാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഇതിന്റെ രീതിയിൽ നമ്മൾ കാണുന്നൊന്നുമില്ല. ഏത് അവസ്ഥയിലും ഏതൊരു പൊസിഷനിൽ എടുക്കുന്ന രീതിക്ക് നമുക്ക് കാണാം. അപ്പൊ ഇദാഫ തിരിച്ചറിയാൻ എളുപ്പമാണ്. അല്ലും തൻവീനും ഇല്ലാത്ത ഒരു ഇസ്മ കാണുക, അതിനുശേഷം തൊട്ട് പിന്നാലെ മജ്റൂർ ആയിട്ടുള്ള ഒരു ഇസ്മ ഉണ്ടെങ്കിൽ അത് ഇദാഫയാണ്. അത് ഒരു സെന്റൻസിൽ ആദ്യമായിട്ട് വരികയാണ്, തുടക്കത്തിൽ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വലതുൽ മുദരിസി തവീലുൻ, അവിടെ ഫസ്റ്റിൽ ആദ്യം വന്നേക്കുന്ന വലതു, അല്ലില്ല തൻവീനില്ല, ശേഷം വന്ന ഇസ്മ മജ്റൂർ, അപ്പൊ അത് ഇദാഫയാണ്. ആ ഇദാഫ മുബത്തദയുടെ പൊസിഷനിലാണ്. വലതുവിനെ നമ്മൾ മുബത്തദ എന്ന് വിളിക്കുന്നു. മുദാഫ് അൽ മുദരിസി മുദാഫ് ഇലൈഹി തവീലുൻ ഖബർ. ഇനി അടുത്ത ജുംല നോക്കുകയാണെങ്കിൽ ഹാദ മിഫ്താഹുൽ ബൈത്തി. അവിടെ ഹാദ മുബത്തദയാണ്, മിഫ്താഹു ഖബറാണ്. അപ്പൊ ഇദാഫ ഖബറിന്റെ പൊസിഷനിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. മിഫ്താഹുനെ നമ്മൾ ഖബർ, വ മുദാഫ് അൽ ബൈത്തി മുദാഫ് ഇലൈഹി. ഇനി ദഹബ ഇല ബൈത്തിൽ മുദരിസി. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ജുംല ഫെയിലിയാണ്. ദഹബ ഫെയിൽ വ ഫായിൽ, ഇല ബൈത്തി എന്ന് പറയുന്നത് ജാർ മജ്റൂർ ആണ് അല്ലെങ്കിൽ മുത്താലിക്കാണ്. നിങ്ങൾക്ക് ഇപ്പൊ അതെന്താണെന്ന് അറിയാം. അപ്പം അവിടെ ആ ഒരു മുത്താലിക്കിന്റെ ഭാഗമായിട്ടാണ് അത് വന്നേക്കുന്നത്. ബൈത്തി ഈ പറഞ്ഞ പോലെ മുദാഫും അൽ മുദരിസി മുദാഫ് ഇലൈഹിയും. ഇതേപോലെ തന്നെ ഇപ്പൊ ദർഫ് മുദാഫ് ഇലൈഹി ആയിട്ട് വരാതെ തന്നെ ഈ ഒരു രീതിക്കും നമുക്ക് ജുംല ഇസ്മിയിൽ കാണാൻ പറ്റും. ജാർ മജ്റൂർ മുത്തല്ലിക്കായിട്ട് വരുന്ന കേസിൽ ജുംല ഇസ്മിയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇദാഫ വരുന്നത്. ഓക്കെ, ഈ ഇല ബൈത്തിൽ മുദരിസി എന്നുള്ളത് ജുംല ഇസ്മിയിൽ വരാം. ഓക്കെ, ദർഫ് വരുന്ന കേസിൽ ദർഫ് മുദാഫ് ഇലൈഹി ആയിരിക്കും. ജാർ മജ്റൂറിൽ സാധാരണ ജാറും അതിന്റെ ഒരു ഇസ്മായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ഇദാഫയായിട്ടും നമുക്ക് കാണാം. അതാ പറഞ്ഞേ, എവിടെ വേണോ നമുക്ക് ഇദാഫ എക്സ്പെക്ട് ചെയ്തോളൂ, എങ്ങനെ വേണോ അത് വരാം. ഒരു ജുംല ഇസ്മി ആയിക്കോട്ടെ ജുംല ഫെയിലി ആയിക്കോട്ടെ. ഖറജ വലദുൽ മുദരിസി ജുംല ഫെയിലിയാണ്, ഖറജ ഫെയിലാണ്. വലദു മർഫു ആയിട്ടുള്ള ഒരു ഇസ്മാണ്. നമുക്കറിയാം ജുംല ഫെയിലിന് ശേഷം മർഫു ആയിട്ടുള്ള ഒരു ഇസ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫായിലാണ്. അപ്പൊ ഇവിടെ വലദു ഫായിലാണ്, മുദാഫ് ആണ്, അൽ മുദരിസി മുദാഫ് ഇലൈഹി ആണ്. ഇനി അടുത്ത ജുംല നോക്കിക്കഴിഞ്ഞാൽ ജുംല ഇസ്മിയാണ്. ഇവിടെ മുബത്തദയുടെ പൊസിഷനിലും ഖബറിന്റെ പൊസിഷനിലും ഇദാഫയുണ്ട്.
ഖലമു മുബ്തദ വ മുദാഫ് അത്വാലിബി മുദാഫ് ഇലൈഹി അല മക്തബി അത് ജാർ മജ്റൂർ ഷിബു ജുംല ഖബറാണ് ആൻഡ് മക്തബി മുദാഫും അൽ മുദരിസി മുദാഫ് ഇലൈഹി. ഓക്കെ, ഇത് ഖുറാനിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഖബറായിട്ട് വരുന്നത് മുഹമ്മദുൻ റസൂലുള്ളാഹി. അവിടെ മുഹമ്മദുൻ മുബ്തദയാണ്, റസൂലുള്ളാഹി ഖബറിന്റെ പൊസിഷൻ. സോ റസൂലു ഖബർ വ മുദാഫ് അല്ലാഹി മുദാഫ് ഇലൈഹി. ഫാഇൽ ആയിട്ട് വരുന്നതിന്റെ എക്സാമ്പിൾ ആണ് ഇദാ ജാഅ നസ്റുല്ലാഹി. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. ഇതൊക്കെ നമ്മൾ പഠിക്കും. ജാഅ എന്നുള്ളൊരു ഫെയിൽ ആണെന്ന് മനസ്സിലാക്കുക. ജാഅ ഫെയിൽ ആണെങ്കിൽ ജാഅയും നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അഡ്വാൻസ് സർഫിലൊക്കെ നമ്മൾ പഠിക്കും അങ്ങനെ വരുന്ന ഫെയിലൊക്കെ. ജാഅ ഫെയിൽ ആണെങ്കിൽ നമുക്കറിയാം അതിനുശേഷം മർഫു ആയിട്ടുള്ള ഒരു ഇസ്മ വന്നിട്ടുണ്ട്, അത് ഫായിലാണ്. ആൻഡ് അത് അല്ലു ഇല്ല തൻവീനും ഇല്ല. അപ്പൊ അത് എന്താണ്? മുദാഫാണ്. അല്ലാഹി ലഫ്ദുൽ ജലാല മുദാഫ് ഇലൈഹി ആണ്. ഓക്കെ, അടുത്തത് ലൈലത്തുൽ ഖദ്രി ഖൈറുൻ. അവിടെ ലൈലത്തുൽ ഖദ്രി അഗൈൻ ജുംല ഇസ്മിയാണ്. ലൈലത്തുൽ ഖദ്രി ഇദാഫയാണ്, മുദാഫ് മുദാഫ് ഇലൈഹി ആണ്. ഖബറായിട്ട് വരുന്നതിന്റെ എക്സാമ്പിൾ ഹാദിഹി നാഖത്തുല്ലാഹി. ഹാദിഹി മുബ്തദ, നാഖത്തുല്ലാഹി ഇദാഫയാണ്, മുദാഫ് മുദാഫ് ഇലൈഹി. ഓക്കെ, ഇവിടെ ഒന്ന് പോസ് ചെയ്യാം. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാം ക്ലിയർ ആണോ? ഇദാഫ, മുദാഫ് മുദാഫ് ഇലൈഹി. ഓക്കെ, അൽഹംദുലില്ലാ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ ചാറ്റില്. ഓക്കെ, അൽഹംദുലില്ലാ. ഇനി എപ്പോഴാണ് ഒരു നൗൺ, ഒരു ഇസ്മ, ഒരു നാമം മജ്റൂർ ആകുന്നത്? വെൻ ഡസ് എ നൗൺ ബി മജ്റൂർ? നമ്മൾ ഇദാഫ പഠിക്കുന്നതിന് മുന്നേ ഒരു സിറ്റുവേഷൻ, ഒരു അവസ്ഥ നമ്മൾ പഠിച്ചിരുന്നു, മജ്റൂർ ആവുന്ന ഒരു അവസ്ഥ. എന്താണ്? ഹർഫ് ജറിന് ശേഷം വരുന്ന ഇസ്മ. ഹുറൂഫുൽ ജറിൽ പെട്ട ഏതൊരു ഹർഫ് വന്നാലും അതിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂർ ആയിരിക്കും. ഇത് അടുത്തതാണ്. ഇദാഫ പറയുമ്പോൾ മുദാഫ് ഇലൈഹി മജ്റൂർ എന്ന് പറയുന്നത് അടുത്ത കണ്ടീഷൻ. ഈ രണ്ട് അവസ്ഥകളിൽ മാത്രം, അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസിൽ മാത്രമാണ് ഒരു ഇസ്മ മജ്റൂർ ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ ഹർഫ് ജറിന് ശേഷം വരുന്ന ഇസ്മ, അല്ലെങ്കിൽ മുദാഫ് ഇലൈഹി. ഓക്കെ, അത് റൂളാണ്, അത് മാറ്റമൊന്നും ഇല്ല, ഇതിനൊരു എക്സെപ്ഷൻസും ഇല്ല. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഇത് ക്വസ്റ്റ്യനിൽ വരുമ്പോ, നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആരുടേതാണിത്, അല്ലെങ്കിൽ ഹൂസ് ഇസ് ദിസ് എന്ന് പറഞ്ഞ് ചോദിക്കണം. അത് ഹൂസ് ഇസ് ദിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൂസ് ബുക്ക് ഇസ് ദിസ്, അല്ലെങ്കിൽ ഹൂസ് പെൻ ഇസ് ദിസ്, ആരുടെ പേനയാണിത്, ആരുടെ പുസ്തകമാണിത്, ആരുടെ കാറാണിത് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മൾ ഇദാഫ ആയിട്ടാണ് ചോദിക്കുന്നത്. അവിടെ ആരുടെ, ആര് എന്ന് നമ്മൾക്ക് ചോദിക്കാൻ ഉപയോഗിക്കുന്നത് ഇസ്മുൽ ഇസ്തിഫാമായ മന്നാണ്. ഇവിടെ ആ മന്നിനെ മുദാഫ് ഇലൈഹിയുടെ പൊസിഷനിൽ കൊടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ആരുടെ പേന എന്ന് ചോദിക്കുമ്പോ ആരുടെ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം ഉഡേ കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞു. അപ്പോ അവിടെ ഖലമു മൻ എന്നുള്ള രീതിയിലാണ് എഴുതുക. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പെൻ ഓഫ് ഹൂ എന്നുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. പെൻ ഓഫ് ഹൂ അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഹൂ, നമ്മൾ അതിനെ അറബിയിലേക്ക് മാറ്റുമ്പോൾ ആ രീതിക്കാണ് എഴുതുന്നത്. അപ്പൊ അത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ആരുടെ പുസ്തകമാണ് ഇത്, അല്ലെങ്കിൽ ആരുടെ വാച്ചാണ് ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ഖലമുമൻ, കിതാബുമൻ, സയ്യാറത്തുമൻ, സാഅത്തുമൻ എന്നുള്ള രീതിക്കാണ് എഴുതുന്നത്. ഓക്കെ, പിന്നെ ഇദാഫ ഇസ്മുൽ ഇഷാറയായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ പഠിച്ചിരുന്നൊരു റൂളാണിത്. ഇസ്മുൽ ഇഷാറയും ഇദാഫയും വരികയാണെങ്കിൽ എപ്പോഴും ഇസ്മുൽ ഇഷാറ ഇദാഫയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ എഴുതുക. അതായത് ഇപ്പോ ഇത് മുഹമ്മദിന്റെ പുസ്തകമാണോ, ഇസ് ദിസ് ബുക്ക് ഓഫ് മുഹമ്മദ് എന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ സാധാരണ രീതിക്ക് നമ്മൾ ആ ചോദിക്കുന്ന രീതിയിൽ ഹാദ എന്നുള്ളത് ചോദിക്കാനാണ് ചാൻസ്. ഹാദ കിതാബ് മുഹമ്മദിൻ എന്നുള്ളത് അങ്ങനെ എഴുതുന്നതിൽ തെറ്റില്ല. ചില വേർഷൻസ്, ചില എഡിഷൻ ബുക്സിൽ നിങ്ങൾക്ക് അത് അങ്ങനെ കാണുകയും ചെയ്യാം. പക്ഷെ ജനറൽ റൂൾ എഴുതുന്ന ഒരു രീതി, അല്ലെങ്കിൽ ശരിക്കും എഴുതുന്ന ഒരു രീതി ഇങ്ങനെയാണ്. കിതാബു മുഹമ്മദിൻ ഹാദ, അല്ലെങ്കിൽ അസയ്യാറത്തു ഹാമിദിൻ ഹാദിഹി
ഇദോഫ കഴിഞ്ഞിട്ട് ഇസ്മുൽ ഇഷാറ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഓക്കെ അല്ലേ? ഓക്കെ. യെസ്, ഫുൾ റിവിഷൻ ആണ്. ഫുൾ റിവിഷൻ ആണ്, പുതിയതായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല, കംപ്ലീറ്റ് റിവിഷൻ ആണ്. ഓക്കെ, അടുത്തത് ആണ്. സർഫ് എന്നുള്ളത് ക്രിയാവിശേഷണം അല്ലെങ്കിൽ അഡ്വേർബ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ അതെന്താണ്? സർഫ് സൂചിപ്പിക്കുന്നത് പ്ലേസ് ഓർ ടൈം ഓഫ് ആക്ഷൻ, അല്ലെങ്കിൽ പ്രവൃത്തി നടന്ന സ്ഥലത്തെയോ കാലത്തെയോ സൂചിപ്പിക്കുന്ന നൗണിനെ, നാമത്തിനെയാണ് അല്ലെങ്കിൽ ഇസ്മിനെയാണ് നമ്മൾ സർഫ് എന്ന് പറയുന്നത്. അപ്പോൾ സർഫ് എന്ന് പറയുന്നത് ഒരു ഇസ്മാണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. അത് ഹർഫോ ഫെയിലോ അല്ല, ഒരു ഇസ്മാണത്. ഓക്കെ, അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഈ പറഞ്ഞ പോലെ പ്രവൃത്തി നടന്ന സ്ഥലം അല്ലെങ്കിൽ കാലം അല്ലെങ്കിൽ പ്ലേസ് ഓർ ടൈം ഓഫ് ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പൊ രണ്ട് തരത്തിലാണ് നമുക്ക് ദർഫിനെ പറയാൻ പറ്റുന്നത്: ദർഫ് മക്കാൻ, ദർഫ് ജമാൻ. ദർഫ് മക്കാൻ എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ ക്രിയാവിശേഷണം, അഡ്വേർബ് ഓഫ് പ്ലേസ്. അതേസമയം ദർഫ് ജമാൻ എന്ന് പറയുന്നത് കാലത്തിന്റെ ക്രിയാവിശേഷണം, അഡ്വേർബ് ഓഫ് ടൈം. ഇപ്പൊ മക്കാൻ എന്താണ്? പേര് പറയുന്ന പോലെ തന്നെ അത് പ്ലേസ് ഓഫ് ആക്ഷനെ സൂചിപ്പിക്കുന്നു അല്ലെ? പ്ലേസ്, പ്രവൃത്തി നടന്ന സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജമാൻ എന്ന് പറയുന്നത് പ്രവൃത്തി നടന്ന കാലത്തെ സൂചിപ്പിക്കുന്നു, ടൈം ഓഫ് ആക്ഷനെ സൂചിപ്പിക്കുന്നു. ആൻഡ് അത്രേ ഉള്ളൂ. ദർഫ് ജമാൻ, ദർഫ് മക്കാനായിട്ട് നമ്മൾ തിരിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദർഫ് എന്ന് പറയുന്നത് ഇസ്മാണ്. സാധാരണ രീതിക്ക് നമ്മൾ ഇസ്മ, മർഫു, മൻസൂബ്, മജ്റൂർ എന്നൊക്കെ ഉള്ള രീതി പഠിക്കുമ്പോൾ ദർഫ് എന്ന് പറയുന്നത് മൻസൂബാണ്. ദർഫ് എപ്പോഴും മൻസൂബാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല, പക്ഷെ ആ ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കി വെക്കുക. ദർഫ് എന്ന് പറയുന്നത് അത് ഏത് തരം ദർഫ് ആയിക്കോട്ടെ, മെക്കാൻ ആയിക്കോട്ടെ, ജമാൻ ആയിക്കോട്ടെ, കുറേ ദർഫ് ദുറൂഫുകളുണ്ട്. അതിൽ ഏത് വന്നാലും അത് മൻസൂബാണ്. ചിലപ്പോൾ അതിന്റെ ഹറക്ക കൊണ്ട് നമുക്ക് മൻസൂബ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കാം ചില ദർഫിന്, എന്നാലും അത് മൻസൂബായിരിക്കും. ഇത് ദർഫ് മെക്കാന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. നമ്മളിതിൽ കുറച്ച് നമ്മൾ കവർ ചെയ്തിരുന്നു. ഓക്കെ, ബാക്കി നമ്മൾ വഴിയെ കവർ ചെയ്യും ഇൻഷാ അല്ലാ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹുന, ഹുനാക്ക, അമാമ, ഖൽഫ, തഹ്ത, ഫൗഖ, ഐന്ദ, മഅ, ഇതൊക്കെ ഈ ബുക്കിൽ തന്നെ കവർ ചെയ്യുന്നതാണ്. ഇതിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അതായത് അതിന് ശേഷം ഒരു വേറൊരു നൗണിനെ ചേർക്കാത്ത രീതിയിൽ കാണുന്ന ദർഫുകളുണ്ട്. ഇപ്പൊ ഹുന, ഹുനാക്ക അല്ലെങ്കിൽ അൽ യൗമ ഒക്കെ പോലുള്ള ദർഫുകൾ എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാ. ഹുന ഇവിടെ, ഹുനാക്ക അവിടെ, ഹിയർ ദേർ എന്നൊക്കെ പറയുന്നത് അതിന് വേറൊരു നൗൺ കൂടെ ചേരേണ്ട ആവശ്യമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കംപ്ലീറ്റ് ആണെന്ന് മനസ്സിലാവും, പൂർണ്ണതയുണ്ട് അതിന്. അതേസമയം ഇപ്പൊ അമാമ, ഖൽഫ, തഹ്ത, ഫൗഖ പോലുള്ളത് അതിന് ഒരു നൗൺ അതിന്റെ കൂടെ വരണം, അതിനൊരു അർത്ഥം കിട്ടാൻ. എന്തിന്റെ മുന്നിൽ, എന്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ എന്തിന്റെ താഴെ എന്ന് പറയാനായിട്ട്. അപ്പൊ അങ്ങനെ വരുന്നത്, ഇങ്ങനെ വരുന്ന ദർഫ് എന്ന് പറയുന്നത് മുദാഫാണ്. മുദാഫായിട്ടായിരിക്കും നമ്മൾ അതിനെ കാണുക. അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് പിന്നാലെ മജ്റൂർ ആയിട്ടുള്ള ഒരു ഇസ്മ ഉണ്ടാവും, മുദാഫിലേഹി ഉണ്ടാകും. അത് നമ്മൾ പഠിച്ചു പോകുന്ന അനുസരിച്ച് ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത, മാ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഇപ്പൊ, ഇല്ലേ? അപ്പൊ അതിനുശേഷം വരുന്നത്, അതിനുശേഷം മുദാഫിലേഹി ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഐന്ദൽ മുദീരി അല്ലേ? ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ കുറച്ച് ദുറൂഫുകൾ മുദാഫായിട്ട് വരുന്നതുണ്ട്, മുദാഫായിട്ട് അല്ലാത്തതും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് ബാക്കി കുറച്ച് ദുറൂഫാണ്, മക്കാനാണ്. ഇതിൽ നമ്മൾ ഒന്നും കവർ ചെയ്തിട്ടില്ല ഇതുവരെ, പക്ഷെ വരും ഇൻഷാ അല്ലാ. ഓക്കെ, ഇത് ദർഫ് ജമാനാണ്. അൽ ആന വരുന്നുണ്ട്, അൽ യൗമ. ഓക്കെ, അംസി, അംസി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെസ്റയാണ് അവിടെ. അത് മൻസൂബിന്റെ സൈൻ ഫത്ഹ ഒന്നും അല്ല അവിടെ, പക്ഷെ അംസി ദർഫാണ്, അതുകൊണ്ട് തന്നെ മൻസൂബാണ്. ഓക്കെ, ഇതും
ഇതിലും നമ്മൾ ഇതുവരെ ഒന്നും കവർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ബാക്കിയുള്ളതിൽ വരും ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫോർ റെഫറൻസ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കണ്ടാൽ ദർഫാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ബാക്കി നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് വരും. ഹുനാലിക്ക ഹുനാക്കയുടെ വേറൊരു വേർഷൻ ആണെന്നേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാ. ഓക്കെ, ഇതും ദുറൂഫ് സമാനാണ്, അല്ലെങ്കിൽ ദർഫ് സമാൻ. ഇതിൽ ഖബല ബഅദ ഈ ബുക്കിൽ നിങ്ങൾ പഠിക്കും. ബാക്കിയുള്ളത് ഉടനെ ഒന്നും പഠിക്കില്ല. ഓക്കെ, ഖബല ബഅദ പഠിച്ചോ? നമ്മൾ കവർ ചെയ്തോ ഖബല ബഅദ? ഇതുവരെ വന്നതിൽ എവിടെയെങ്കിലും ഖബല ബഅദ വന്നിരുന്നോ? ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ ബുക്കിൽ എന്തായാലും ഉണ്ട്. ഇല്ല, ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാ ഉടനെ നിങ്ങൾ പഠിക്കും. ഖബല ബഅദയാണ് ഇതിൽ വരുന്നത്, ഈ ബുക്കിൽ വരുന്നത്. ബാക്കിയൊന്നും ഉടനെ നിങ്ങൾ പഠിക്കില്ല. ഓക്കെ, മത്ത എന്നുള്ളത് ഇസ്മുൽ ഇസ്തിഫാം ആണ്, അത് പക്ഷേ ദർഫു ആണെന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇൻഷാ അല്ലാ. ഓക്കെ, ഖബല ബഅദ മുദാഫായിട്ട് വരുന്നതാണെന്ന് മനസ്സിലാക്കുക. അത് എന്തായാലും ഇതുവരെ പഠിച്ചിട്ടില്ല, നമ്മൾ ഉടനെ തന്നെ പഠിക്കും ഇൻഷാ അല്ലാ. ഓക്കെ, ഈ പറയുന്ന സാധാരണ രീതിക്ക് നമുക്ക് പെട്ടെന്ന് ചില ദർഫുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് ഈ കേട്ട് വരുന്നത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ദർഫാണെന്ന്. ഇങ്ങനത്തെ വാക്കുകളും കുറച്ചുണ്ട്, അതിനെയും നമ്മൾ ദുറൂഫ് സമാനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സാഅത്തൻ എന്നുള്ളത് സമയത്തിനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ആ വാക്കിനെ നമ്മൾ ദർഫായിട്ട് കണക്കാക്കുന്നു. യൗമൻ, ഉസ്ബുഅൻ. ഓക്കെ, അതും ഉണ്ട്. അതും ജസ്റ്റ് അഗൈൻ നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോയാൽ മതി, ഇത് ഇപ്പൊ എന്തായാലും നിർബന്ധമല്ല. ഓക്കെ, പ്രത്യേകതയുള്ള മുദാഫാണ് ഇത്, സ്പെഷ്യൽ മുദാഫ് എന്ന് പറയും. അഗൈൻ ഇവിടെ നമുക്ക് ഈ മുദാഫും അല്ലെങ്കിൽ ദർഫിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ പോലും ഇന്റെ ഉടേ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇദാഫ സ്റ്റാർട്ട് ചെയ്തത്, ഇല്ലേ? എല്ലായിടത്തും നമുക്ക് ആ ഒരു അർത്ഥം കിട്ടണം എന്നില്ല. ഇങ്ങനെ വരുന്നത് ഈ പറഞ്ഞ വാക്കുകളും ഒക്കെ ദർഫായിട്ട് വരും. ഓക്കെ, നഫ്സ് അല്ലെങ്കിൽ മിസ്ലു, കുല്ലു, ഗൈറു, ഇതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. അഗൈൻ അയ്യു ഇസ്മുൽ ഇസ്തിഫാമായിട്ട് വരുന്നതാണ്, അതും മുദാഫാണ്. ഇതൊക്കെ നമ്മൾ ഓരോ ലെസണിൽ വരുന്ന അനുസരിച്ച് പഠിച്ചു പോവാന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന എല്ലാ വേർഡ്സും അല്ലെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റ് ഒറ്റയടിക്കിരുന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു ലിസ്റ്റാക്കി തന്നു എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്പേഴ്സിന്റെ കാര്യത്തിൽ പലരും ചോദിച്ചിരുന്നു. നമ്പേഴ്സിന്റേതായ റൂൾസ് ആണ്, അതിൽ കുറെയൊക്കെ മുദാഫായിട്ട് വരുന്ന രീതിക്കും ഉണ്ട്, അതും നമ്മൾ പഠിക്കും. ഈ ബുക്കിൽ തന്നെ കുറച്ച് നമ്പേഴ്സ് നമ്മൾ കവർ ചെയ്യും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ മുദാഫ് പല രീതിയിൽ കാണാം, എപ്പോഴും ഇന്റെ ഉടേ എന്നുള്ളത് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് സ്പെഷ്യൽ മുദാഫാണ്. ഇത് വർഫല്ല. ഈ കുല്ലു, അയ്യു, ബാദു, ഗൈറു, നഫ്സു, മിസ്ലു എന്ന് പറയുന്നത് നമ്മൾ ദുറൂഫിന്റെ കാറ്റഗറിയിൽ പെടുത്തരുത്. ജമാൻ, മക്കാൻ എന്നുള്ള രീതിക്ക് തിരിക്കുന്നില്ല. ഇത് മുദാഫായിട്ട് കാണുന്ന ചില നാമങ്ങളാണ്. ഓക്കെ, ഇതില് നമ്മൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. അഗൈൻ പഠിക്കും, ഉടനെ തന്നെ പഠിക്കും ഇൻഷാ അല്ലാ. ഓക്കെ, ക്ലിയർ ആണോ? ഇതിൽ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ദർഫായിട്ട് വരുന്ന മുദാഫായിട്ട് കാണുന്ന കുറെ ദുറൂഫുകളുണ്ട്. അതല്ലാതെ ദർഫുകളിൽ പെടാത്തത് തന്നെ ആയിട്ട് വരുന്ന കുറച്ച് മുദാഫ് ഉണ്ട്. ആ മുദാഫുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മുദാഫായിട്ട് കാണുന്ന നാമങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഇന്റെ കൂടെ കണക്ഷൻ തരണം എന്ന് നിർബന്ധമില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്പേഴ്സിന്റെ റൂള് നമ്പേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാ. എല്ലാ നമ്പേഴ്സും മുദാഫായിട്ട് വരില്ല, അതും മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങൾക്ക് ഇപ്പം കുറെയൊക്കെ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മുദാഫിലേക്ക് കാണുന്ന രീതി നിങ്ങൾക്ക് അറിയാലോ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ദാഫയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ദർഫും പഠിച്ചു, ഇദാഫയും പഠിച്ചു. അപ്പോൾ അടുത്ത ഷിബു ജുംലയാണ്. ഒരു ഷിബു ജുംല നമ്മൾ ഓൾറെഡി കവർ ചെയ്തു, ജാർ മജ്റൂർ ഷിബു ജുംല. അടുത്ത ഷിബു ജുംലയാണ് ദർഫ് മുദാഫിലേഹി. അപ്പൊ ക്രിയാവിശേഷണം ചേർത്ത് വരുന്ന അർദ്ധവാക്യം. ഷിബു ജുംല എന്ന് പറഞ്ഞാൽ അർദ്ധവാക്യമാണ്, ഫ്രേസ് ആണ്. അപ്പൊ ഷിബു ജുംല രണ്ട് തരമാണ്, ഒന്ന് ജാർ മജ്റൂർ, മറ്റേത് ദർഫ് മുദാഫിലേഹി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റില് മുദാഫിലേഹി വേണ്ട ദർഫുകളുണ്ട്. ഇപ്പൊ തഹ്ത, അമാമ, അല്ലെങ്കിൽ ഖബല, ബഅദ എന്നൊക്കെ പറയുന്നത് അതിന് മുദാഫിലേഹി ആവശ്യമുള്ളതാണ്. അപ്പൊ മുദാഫിലേഹി ആയിട്ട് അത് കാണുമ്പോൾ അതൊരു ഷിബു ജുംലയാണ്. അപ്പൊ നമ്മൾ ജാർ മജ്റൂർ എന്ന് പറയുന്ന പോലെ
ഇവിടെ ദർഫ് മുദാഫിലേഹി ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ തഹ്ത എന്നുള്ളത് ദർഫാണ്, അൽ മക്തബി മുദാഫിലേഹി, ദർഫ് മുദാഫിലേഹി. ഖൽഫ അഗൈൻ ദർഫാണ്, അൽ മുദരിസി മുദാഫിലേഹി. അപ്പൊ അതിനെ വിളിക്കുന്നത് ദർഫ് മുദാഫിലേഹിയാണ്. ദർഫ് മുദാഫിലേഹി അതൊരു ഷിബു ജുംല ആയതുകൊണ്ട് ദർഫ് മുദാഫിലേഹി ഷിബു ജുംല എന്ന് വിളിക്കുന്നു. ഇനി നമുക്കറിയാം ഷിബു ജുംല എന്തായിട്ട് വരാം? ഖബറായിട്ട് വരാം, ഇല്ലേ? ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഈ ദർഫ് മുദാഫിലേഹിനെയും നമുക്ക് ഖബറിന്റെ സ്ഥാനത്ത് കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ദർഫ് മുദാഫിലേഹി ഷിബു ജുംല ഖബർ എന്ന് വിളിക്കുന്നു. നേരത്തെ പറഞ്ഞ തഹ്തൽ മക്തബി നമ്മളൊരു ജുംലയിൽ വെക്കുകയാണെങ്കിൽ അൽ കിതാബു തഹ്തൽ മക്തബി, അൽ കിതാബു മുബത്തദയാണ്, തഹ്തൽ മക്തബി ദർഫ് മുദാഫിലേഹിയാണ്. അതൊരു ഷിബു ജുംലയാണ്, ജുംലയുടെ ഖബറിന്റെ പൊസിഷനിൽ വന്നേക്കാണ്. അപ്പൊ അതിനെ നമ്മൾ ദർഫ് മുദാഫിലേഹി ഷിബു ജുംല ഖബർ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? ഷിബു ജുംല ഖബർ. ഇപ്പൊ ഷിബു ജുംല ഖബർ കേൾക്കുമ്പോൾ രണ്ടും മനസ്സിൽ വരിക. എപ്പോഴും രണ്ട് തരമുണ്ട് ഷിബു ജുംല ഖബർ. ജാർ മജ്റൂർ ഷിബു ജുംല ഖബറും ഉണ്ട്, സർഫ് മുദാഫിലേഹി ഷിബു ജുംല ഖബറും ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം. ഹർഫ് ആണ് വരുന്നതെങ്കിൽ അത് ജാർ മജ്റൂർ ആണ്, അതല്ല ദർഫ് ആണ് വരുന്നതെങ്കിൽ അത് ദർഫ് മുദാഫിലേഹിയാണ്. ഇനി ചില കേസസിൽ നമ്മൾ പഠിച്ചു പോകുന്ന രീതിക്ക് നമ്മൾ ദർഫ് കണ്ടു കഴിഞ്ഞാൽ ദർഫ് മുദാഫിലേഹി ആ ഒരു ഇതിനെയാണ് ഷിബു ജുംല എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോ ഹുന ഹുനാക്ക പോലുള്ള ദർഫിന് നമുക്കറിയാം എന്ത്, അത് മുദാഫിലേഹി എടുക്കാത്തതാണ്. പക്ഷെ അതിനെയും ഷിബു ജുംല ആയിട്ട് വിളിക്കുന്ന ഗ്രമേറിയൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ വിളിച്ചാലും പ്രശ്നമില്ല. പക്ഷെ നമ്മളിപ്പോ പഠിച്ചു വന്ന രീതിക്ക് നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ കാണുന്നതിനെയാണ് ഷിബു ജുംല വിളിക്കുന്നത്. മറ്റേതിനെ ജസ്റ്റ് ദർഫ് ജമാനോ ദർഫ് മക്കാനോ അങ്ങനെ വിളിക്കും. ഇപ്പൊ അല്യൗമ ആണെങ്കിൽ ദർഫ് ജമാൻ എന്ന് പറയും. ഹുനാക്ക ആണെങ്കിൽ ദർഫ് മക്കാൻ എന്ന് പറഞ്ഞങ്ങ് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അതിനെയും ഷിബു ജുംല എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സാധാരണ രീതിക്ക് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനെയാണ് ദർഫ് മുദാഫിലേഹി ഷിബു ജുംല എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഷിബു ജുംല ഓക്കെ. കുറച്ചുകൂടെ എക്സാമ്പിൾസ്, രണ്ട് എക്സാമ്പിൾസ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സെയിം തിങ്, അൽ കിതാബു അലൽ മക്തബി, അൽ കിതാബു തഹ്തൽ മക്തബി. ഇവിടെ രണ്ട് ഷിബു ജുംലയും കൂടെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ നേരത്തെ പറഞ്ഞ. ഇപ്പൊ അലൽ മക്തബി ആണെങ്കിൽ ജാർ മജ്റൂർ ആണ്, ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ. തഹ്തൽ മക്തബി ആണെങ്കിൽ ദർഫ് മുദാഫിലേഹി ഷിബു ജുംല ഖബർ. ഓക്കെ, ഇനി മുദാഫ് മുദാഫിലേഹി ശൃംഖല അല്ലെങ്കിൽ ചെയിൻ ഓഫ് മുദാഫ് മുദാഫിലേഹി. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ചെറിയൊരു സ്ട്രക്ചർ ആയിരുന്നു, ഇദാഫ എന്ന് പറഞ്ഞ മുദാഫും മുദാഫിലേഹി. ഇനി അതൊരു വലിയ രീതിക്ക് ചെയിൻ ആയിട്ട് വരാം. അതാണ് നമ്മൾ പഠിച്ചിരുന്നത്, മുദാഫ് വസ്ത് പഠിച്ചത്. അപ്പൊ ഇവിടെ ബാബു ബൈത്തിൽ വസീരി അല്ലെങ്കിൽ ബാബു ബൈത്തി ബിനിൽ വസീരി എന്ന് പറയുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇദാഫ നമുക്ക് കാണാൻ പറ്റും. ബാബു ബൈത്തി എന്ന് പറയുന്ന ഒരു ഇദാഫയാണ്, ബൈത്തിൽ വസീരി എന്ന് പറയുന്നത് വേറൊരു ഇദാഫയാണ്. അപ്പോ ഒരു സെന്റൻസിൽ തന്നെ ഒരേ സമയത്ത് ഒരു നൗണ് അല്ലെങ്കിൽ ഒരു ഇസ്മ മുദാഫും മുദാഫ് ഇലേഹിയും ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ബാബു ബൈത്തി എന്ന് പറയുമ്പോൾ ബാബു മുദാഫ് ബൈത്തി മുദാഫ് ഇലേഹി, അതേസമയം തന്നെ ആ ബൈത്തി എന്താണ്, അൽ വസീരിന്റെ മുദാഫും ആണ്. അങ്ങനെ ഒരേ സമയം മുദാഫും മുദാഫ് ഇലേഹി ആയിട്ട് നടുവിൽ നമ്മൾ കാണുന്ന ആ ഇസ്മിനെ നമ്മൾ വിളിക്കുന്നതാണ് മുദാഫ് വസ്ത് അല്ലെങ്കിൽ വസത്ത്. ഓക്കെ, അത് തിരിച്ചറിയാൻ എളുപ്പമാണ്. മുദാഫ് ആയതുകൊണ്ട് തന്നെ മുദാഫിന്റെ കണ്ടീഷനും അത് പാലിക്കണം, മുദാഫ് ഇലേഹി ആകുന്നത് കൊണ്ട് തന്നെ അത് മുദാഫ് ഇലേഹിയുടെ കണ്ടീഷനും പാലിക്കണം. അപ്പൊ മുദാഫിന്റെ കണ്ടീഷൻ എന്താണ്, അല്ലും തൻവീനും എടുക്കാൻ പാടില്ല. മുദാഫ് ഇലേഹിയുടെ കണ്ടീഷൻ എന്താണ്, അതെപ്പോഴും മജ്റൂറും ആയിരിക്കണം. ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ മുദാഫ് വസ്തിനെ കാണുന്നത്. ഇപ്പൊ ബാബു ബൈത്തിൽ വസീരി നോക്കിക്കഴിഞ്ഞാൽ ബൈത്തി അല്ലും ഇല്ല തൻവീനും ഇല്ല ആൻഡ് മജ്റൂറും ആണ്. അപ്പൊ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ആ ഒരു ചെയിൻ വരുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മുദാഫ് വസ്ത് ആണെന്നുള്ളത്. അത് ഇന്റെ ഉടെ എന്നുള്ള ഒരു ചെയിൻ ആയിരിക്കും, ഒരു ശൃംഖല പോലെ ആയിരിക്കും നമ്മൾ കാണുക. രണ്ടാമത്തെ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ബാബു ബൈത്തി ബിനിൽ വസീരി, അവിടെ ബൈത്തി എന്നുള്ളത് ബാബുവിന്റെ മുദാഫ് ഇലേഹിയാണ്, ഇബിനിയുടെ മുദാഫാണ്. ഇനി ഇബിനി നോക്കിക്കഴിഞ്ഞാല് ബൈത്തിയുടെ മുദാഫ് ഇലേഹിയാണ് ആൻഡ് അൽ വസീരിയുടെ മുദാഫാണ്.
അപ്പൊ ഈ ബൈത്തിയും ഇബിനിയും എന്താണ്? ഒരേ സമയം മുദാഫായിട്ടും മുദാഫ് ഇലൈഹി ആയിട്ടും കാണുന്നതാണ്. അപ്പൊ ഇവിടെ രണ്ട് മുദാഫ് വസ്ത് അല്ലെങ്കിൽ വസത്ത് ഉണ്ട്. ഓക്കെ, ബൈത്തിയും ഇബിനിയും. അഗൈൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ബൈത്തി അല്ലും തൻവീനും ഇല്ല, മജ്റൂറാണ്. ഇബിനി അല്ലും തൻവീനും ഇല്ല, മജ്റൂറാണ്. ക്ലിയർ ആണോ? മുദാഫ് വസ്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയം അത് മുദാഫും മുദാഫിലേഹിയും ആകുന്ന ഒരു നാമമാണ്. സെയിം ടൈമിൽ അത് മുദാഫും മുദാഫിലേഹി ആയിരിക്കും ആൻഡ് മജ്റൂർ ആയിരിക്കും. അതോടൊപ്പം അല്ലും തൻവീനും എടുക്കില്ല, കാരണം അത് മുദാഫിന്റെ കണ്ടീഷൻ പാലിക്കണം. മുദാഫ് വസ്തിന്റെ മീനിങ് മധ്യഭാഗം എന്നുള്ളതാണ്, മിഡിൽ. സോറി, വസത്തിന്റെ മീനിങ്. അപ്പോൾ മുദാഫ് വസ്ത് എന്ന് പറയുന്നത് മിഡിലിൽ വരുന്ന മുദാഫ് എന്നുള്ള മീനിങ് ആണ്. ക്ലിയർ ആണോ? ഇനി കുറച്ച് ഇദാഫയുടെ സെന്റൻസുകൾ അനലൈസിങ് വരെയാണ്. വലദുൽ മുദരിസി തവീലുൻ, വലദു മുബ്തദ വ മുദാഫ്, അൽ മുദരിസി മുദാഫ് ഇലൈഹി, തവീലുൻ ഖബർ. ഹാദാ മിഫ്താഹുൽ ബൈത്തി, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഹാദാ മുബ്തദ, മിഫ്താഹു ഖബർ വ മുദാഫ്, അൽ ബൈത്തി മുദാഫ് ഇലൈഹി. ഇസ് ഹാദിഹി മുദാഫ് ഇലൈഹി. എവിടെയാണ് ഹാദിഹി മുദാഫ് ഇലൈഹി ആയിട്ട്? ഏതെങ്കിലും ഒരു സെന്റൻസിന്റെ കാര്യമാണോ ഈ ചോദിക്കുന്നത്? ക്വിസ് ആണെങ്കിൽ ക്വിസ് നമ്പർ പറയണേ, എന്നാലേ എനിക്ക് ക്വസ്റ്റ്യൻ റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വിസ് ക്വസ്റ്റ്യൻസ് അവസാനം ചോദിക്കോ? ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ റിവിഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കേ. ഞാനപ്പോൾ അത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയാം ഇൻഷാല്ലാ. അല്ല് തൻവീൻ മുദാഫിലി നിർബന്ധമില്ലേ? നിർബന്ധമില്ലേന്ന് ചോദിച്ചാൽ മുദാഫിലേഹി ഒരു ഇസ്മാണ്. സാധാരണ രീതിക്ക് അത് അല്ലും എടുക്കാം തൻവീനും എടുക്കാം. നിർബന്ധമാണ് അത്. സാധാരണ രീതിക്ക് നമുക്ക് അങ്ങനെയല്ലേ, ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ മാരിഫ നക്കിറ ആണെങ്കിൽ, മാരിഫ ആണെങ്കിൽ ഒന്നെങ്കിൽ അല്ല് കാണും, നക്കിറ ആണെങ്കിൽ ഒന്നെങ്കിൽ തൻവീൻ ആയിരിക്കും. അതില്ലാതെ നമ്മൾ മുദാഫിലേഹി കാണില്ല. പക്ഷെ മുദാഫിലേഹി മുദാഫ് വസ്തായിട്ടാണെങ്കിൽ അത് അല്ലും തൻവീനും എടുക്കില്ല. കാരണം എന്താണ്? അത് മുദാഫും കൂടെ ആയിട്ട് നിൽക്കുന്നതല്ലേ. അത് മുദാഫിന്റെ കണ്ടീഷൻ പാലിക്കണം. അതാണോ ചോദ്യം? ഇപ്പൊ സാധാരണ രീതിക്ക് വലതുൽ മുദരിസി അല്ലെങ്കിൽ വലതു മുദരിസിൻ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നെങ്കിൽ അല്ല അല്ലെങ്കിൽ തൻവീൻ ഉണ്ടാകും. ഇനി മുദാഫ് ഇലൈഹി ആണ്, അത് അല്ലും തൻവീനും ഇല്ലാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അതറിയാം എന്താണ്? ഒരേ സമയം അത് മുദാഫ് ഇലൈഹിയും ആണ് മുദാഫും ആണ്. അത് മുദാഫ് വസ്താണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് വേറൊരു ജുംലയാണ്. ദഹബ ഇല ബൈത്തിൽ മുദരിസി, ദഹബ ഫേൽ വ ഫായിൽ ഇല ബൈത്തി. ഇതിലിപ്പോ ഇല ഹർഫ് ജറും ബൈത്തി മുദാഫ് ഇല ബൈത്തി ജാർ മജ്റൂർ എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം എന്നല്ലേ ഇല ബൈത്തി എന്താണെന്നുള്ളത് പഠിച്ചതനുസരിച്ച്. ഇല ബൈത്തി എന്താണ്? ജാർ മജ്റൂർ ആണ്. യെസ്, ജാർ മജ്റൂർ ആണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അതിനൊരു പേര് അറിയില്ലേ? മുത്താലിഖാണ്. യെസ്, മുത്താലിഖ് സ്ലൈഡിലേക്ക് നമുക്ക് വരാം. പക്ഷെ നിങ്ങൾക്ക് അറിയാം, അന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ മുത്താലിഖ് നമ്മൾ പറഞ്ഞിട്ടില്ല. മുത്താലിഖ് ബിൽ ഫെയിൽ ആണ്. യെസ്, ഇല ബൈത്തി ജാർ മജ്റൂർ ആണ്. ആൻഡ് ബൈത്തിൽ മുദരിസി, ബൈത്തി മുദാഫ് ആണ്, അൽ മുദരിസി മുദാഫ് ഇലൈഹി ആണ്. ഖറജ വലദുൽ മുദരിസി, ഖറജ ഫെയിൽ ആണ്, വലദു ഫായിൽ വ മുദാഫ് ആണ്, അൽ മുദരിസി മുദാഫ് ഇലൈഹി ആണ്. ഇതിന്റെ അർത്ഥം മീനിങ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ഇനി ഖലമു ത്വാലിബി അലാ മക്തബിൽ മുദരിസി. ഖലമു മുബ്തദ വ മുദാഫ്, അത്വാലിബി മുദാഫ് ഇലൈഹി, അലാ മക്തബി ജാർ മജ്റൂർ, ഷിബു ജുംല ഖബറാണ്. അലാ ഹർഫ് ജറും, മക്തബി മുദാഫാണ്, അൽ മുദരിസി മുദാഫ് ഇലൈഹി. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ് ആണ്. ഓക്കെ, ഇത് ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ക്ലിയർ അല്ലേ? ബാബു ബൈത്തിൽ വസീരി ജമീലുൻ എന്ന് പറയുന്നത് ബാബു മുബ്തദ വ മുദാഫ്, ബൈത്തി മുദാഫ് ഇലൈഹി വ മുദാഫ് എന്ന് പറയാം. അങ്ങനെ നിങ്ങൾ മുദാഫ് ഇലൈഹി വ മുദാഫ് എന്നൊരു ഇസ്മിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് മുദാഫ് വസ്താണ്. അതിനെ പിന്നെ മുദാഫ് വ മുദാഫ് ഇലൈഹി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ബൈത്തി എന്താണ്? ബാബുവിന്റെ മുദാഫും ആണ്, ബാബുവിന്റെ മുദാഫ് ഇലൈഹിയും ആണ്, അൽ വസീരിയുടെ മുദാഫും ആണ്. അപ്പം ബൈത്തിനെ നമ്മൾ മുദാഫ് വ മുദാഫ് ഇലൈഹി എന്ന് പറയാതെ മുദാഫ് വസ്ത് എന്ന് വിളിക്കുന്നു. അൽ വസീരി മുദാഫ് ഇലൈഹിയാണ്, ജമീലുൻ ഖബറാണ്. ഇനി അടുത്ത സെന്റൻസിൽ ബാബു മുബ്തദ വ മുദാഫ്, ബൈത്തി മുദാഫ് വ മുദാഫ് ഇലൈഹിയാണ്. അപ്പൊ എന്താണ്? മുദാഫ് വസ്താണ്. ഇബിനി അഗൈൻ വീണ്ടും മുദാഫ് മുദാഫ് ഇലൈഹി ആയിട്ട് വരികയാണ്. അപ്പൊ വീണ്ടും അതും മുദാഫ് വസ്താണ്. അൽ വസീരി മുദാഫ് ഇലൈഹിയാണ്, ജമീലുൻ ഖബർ. ക്ലിയർ ആണോ? മുദാഫ് വസ്ത് അല്ലെങ്കിൽ വസ്ത് ക്ലിയർ ആണോ? ഓക്കെ, ഖുറാനിൽ നിന്നുള്ള എക്സാമ്പിൾസ് ആണ് ഇത് രണ്ടും. മാലിക് യൗമിദ്ദീൻ പരിചയമുള്ള ആയത്തല്ലേ? ഇവിടെ മാലിക്കി അല്ലു ഇല്ല, തൻവീനോ ഇല്ല, ശേഷം വരുന്ന ഇസ്മ മജ്റൂറാണ്. അപ്പൊ അതെന്താണ്? ഇദാഫയാണ്. മാലിക്കി മുദാഫ്, യൗമി മുദാഫ് ഇലൈഹി. അഗൈൻ യൗമി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അല്ലും തൻവീനും ഇല്ലാതെ കാണുന്ന ഒരു ഇസ്മാണ്, മജ്റൂറാണ്. ശേഷം വരുന്ന ഇസ്മ മജ്റൂറാണ്. അപ്പോ യൗമി ഒരേ സമയം മുദാഫ് മുദാഫ് ഇലൈഹി ആവുന്ന ഇസ്മാണ്, മുദാഫ് വസ്താണ്. അദ്ദീനി മുദാഫ് ഇലൈഹി. ഐന്ദ റസൂലില്ലാഹി, ഐന്ദ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ്? ദർഫാണ്, മുദാഫായിട്ട് വരുന്ന ദർഫാണ്. സോ റസൂലി മുദാഫ് ഇലൈഹി ആണ്. ആൻഡ് അഗൈൻ അല്ലും തൻവീനും ഇല്ലാതാണ് അത് നിൽക്കുന്നത്. അപ്പൊ അതെന്താണ്? മുദാഫുമാണ്. അപ്പം റസൂലി മുദാഫ് വസ്താണ്, അല്ലാഹി മുദാഫ് ഇലൈഹി. ക്ലിയർ ആണോ? അൽഹംദുലില്ലാ. അനാലിസിസ് ചെയ്യാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് വരുന്നില്ല. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. മാലിക് യൗമിദ്ദീൻ ഇൻഷാ അല്ലാ ഉടനെ തന്നെ നമുക്ക് ചെയ്യാം. സൂറ ഫാത്തിഹ കുറച്ച് ആയസ് നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാ. ഇന്ദ റസൂലില്ലാഹിയും നിങ്ങൾ തന്നെ നോക്കൂ, ഒരു ജുംലയാണോ അത്? മുബ്തദയാവുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ജുംലയാണോ എന്ന് ആദ്യമേ പറയൂ. രണ്ട് സെന്റൻസ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയൂ ജുംലയാണോ എന്നുള്ളത്. നിങ്ങൾ അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ മുബ്തദ ഖബർ അല്ലേ ഉദ്ദേശിക്കുന്നത്? ബാക്കി ഞാൻ പറഞ്ഞു, മുദാഫ് മുദാഫ് ഇലൈഹിയും സർഫ് എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും ജുംലയാണോ എന്ന് നോക്കിയിട്ട് പറയൂ, അവിടെ മുബ്തദ ഖബർ ഉണ്ടോ എന്നുള്ളത്. ഇന്ദ റസൂലില്ലാഹിക്കകത്ത് എവിടെയാണ് മുബ്തദ ഖബർ നമുക്ക് പറയാൻ പറ്റുമോ? അത് നിങ്ങളൊന്ന് ഇന്ദാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പഠിച്ചു ഇല്ലേ? മീനിങ്ങും അതിനെങ്ങനെ നമുക്കതിനെ ഇന്ദ റസൂലി എന്ന് പറയുന്നത് ദർഫ് മുദാഫിലേഹി മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു ജുംലയല്ല. ജുംല ആവണമെങ്കിൽ ഇനി അതിനൊരു മുബ്തദ വരണം. ആ മുബ്തദയിലോട്ട് നമ്മളിത് പ്ലേസ് ചെയ്താലേ ഒരു ജുംല ആവുള്ളൂ. അതേപോലെ തന്നെ ആദ്യത്തതും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇദാഫ മൊത്തത്തിൽ ഒരു ഇദാഫ ആയിട്ടല്ലേ നിൽക്കുന്നത്. ഇദാഫ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് അതിനെ ജുംല എന്ന് പറയാൻ പറ്റുമോ? അത് മൊത്തം ഇദാഫയല്ലേ. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന മൊത്തത്തിൽ ഇദാഫയാണ് അല്ലേ? വശത്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലേ? ആ ഇദാഫ ഒരു ജുംല ആവണമെങ്കിൽ അത് ഒന്നെങ്കിൽ അത് മുബ്തദയുടെ പൊസിഷനിൽ ഇരിക്കണം, അല്ലെങ്കിൽ അത് ഖബറിന്റെ പൊസിഷനിൽ ഇരിക്കണം. അവിടെ മുബ്തദ ഖബർ ഒന്നും ഇല്ല. ഇത് രണ്ടും അനലൈസ് ചെയ്യാൻ മുബ്തദ ഖബർ പറയാൻ ഇതൊരു ജുംലയല്ല.
ഓക്കെ, മാലിക് യൗമിദ്ദീൻ ഈവൻ ദോ നമ്മൾ ഒരു ആയത്തായിട്ടൊക്കെ കാണുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് എ ജുംല, അല്ല ജുംല അല്ല. അതിൽ നമുക്ക് ഇനിയും അതിന് മുന്നേ വരുന്നതും ഒക്കെ നോക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാ നമ്മൾ അത് ഉടനെ നോക്കും. സൂറ ഫാത്തിഹ, അൽ ഫാത്തിഹ ഇൻഷാ അല്ലാ. ഓക്കെ, എക്സാം ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് 1-2 ലെസൺസ് കൂടെ കഴിഞ്ഞിട്ട് നോക്കാം ഇൻഷാ അല്ലാ. ദാലിക യൗമുൽ ഫസ്ല് വരുമോന്ന് ചോദിച്ചാൽ എന്ത് വരുമോന്നാണ്? ഇല്ല. അവിടെ യൗമുൽ ഫസ്ലില് ദാലിക യൗമുൽ ഫസ്ല് എവിടെയാണ് വസത്ത്? ഏതാണ് വസ്തു ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തന്നെ പറയൂ. വസത്ത് എന്ന് പറയുന്ന ഇസ്മിന്റെ കണ്ടീഷൻ എന്താണ്? ആലോചിച്ചിട്ട് പറയൂ. വസത്ത് എന്ന് പറയുമ്പോ ഒരു ഇസ്മിനെ വസത്ത് എന്ന് നിങ്ങൾ വിളിക്കുമ്പോ ഏത് ഇസ്മിനെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത് വസത്തായിട്ട്? ദാലിക യൗമുൽ ഫസ്ല്. അതില് വസ്തില്ല. ഓക്കെ, യൗമുൽ ഫസ്ല് ഇദാഫയാണ്. പക്ഷെ അവിടെ വസ്തില്ല. വസ്തു വരുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണോ ഒരേ സമയം മുദാഫ് മുദാഫ് ഇലൈഹി ആയിട്ട് കാണുന്ന ഒരു ഇസ്മാണ്. അത് മജ്റൂർ ആയിരിക്കും. മുദാഫ് ഇലൈഹി ആയതുകൊണ്ട്. അതാണ് ഒരു ഹിന്റ്. അല്ലും തൻവീനും ഉണ്ടാവില്ല, മജ്റൂറും ആയിരിക്കും. അതായത് മുദാഫ് മുദാഫ് ഇലൈഹിയുടെ മിക്സ് ആണത്. ഓക്കെ, ഓക്കെ. ഇനി ഒരു സെന്റൻസ് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ വാക്യ ഘടന എടുക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു ഇസ്മ, ഒരു നാമം മർഫു ആകുന്നെന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിച്ചതാണ് ഈ പറയുന്നത്. ബാക്കി ഇനി പഠിക്കും നമ്മൾ ഇൻഷാ അല്ലാ. ഇതുവരെ പഠിച്ചതനുസരിച്ച് ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ മുബത്തദയും ഖബറും എപ്പോഴും മർഫു ആണ്. അതിലൊരു മാറ്റവും ഇല്ല. മുബത്തദ ആയാലും ഖബർ ആണെങ്കിലും അത് മർഫു ആണ്. അതേപോലെ തന്നെ ജുംല ഫെയിലി എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഫായിൽ, അതും നമ്മൾ റൂളായിട്ട് പഠിച്ചതാണ്, അതും മർഫു ആണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ ഈ 3 കാര്യങ്ങൾ മർഫു ആയിരിക്കും. ഓക്കെ, ബാക്കി നമ്മൾ വഴിയെ പഠിക്കും ഇൻഷാ അല്ലാ. അടുത്തത് ഹുറൂഫുൻ നിദ, വൊക്കേറ്റീവ് പാർട്ടിക്കിൾസ് ഇംഗ്ലീഷിൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഹുറൂഫുകളാണ്. ഇതിൽ കുറേ ഹുറൂഫുകളുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ ബുക്കിൽ ആണെങ്കിൽ അടുത്ത ബുക്കിലൊക്കെ നമ്മൾ യാ തന്നെ ആയിരിക്കും പഠിക്കുക. ബാക്കിയൊന്നും ടെക്സ്റ്റിൽ വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് തന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ മലയാളത്തിൽ ഓ എന്നുള്ളത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിലും ഓ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന ആ ഓക്ക് പകരം അറബിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഹുറൂഫുകൾ. ഇതിൽ യായാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഓ എന്ന് പറഞ്ഞിട്ട് ശേഷം പറയുന്ന വാക്കുണ്ടാവുമല്ലോ. ഒന്നെങ്കിൽ പേരായിരിക്കും, അല്ലെങ്കിൽ ഒരു നൗൺ ആയിരിക്കും, അല്ലെ ഒരു ഇസ്മായിരിക്കും. ആ ഇസ്മിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആരെയാണോ വിളിക്കുന്നത്, വിളിക്കപ്പെട്ടവൻ, അതിന് ആ ഇസ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മുനാദ. അപ്പൊ മുനാദ എന്ന് പറയുന്ന ഇസ്മ ഹർഫുൻ നിദ അല്ലെങ്കിൽ ഹുറുഫുൻ നിദയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്ന നാമമാണ്. യെസ്, ആൻഡ് അത് മിക്കപ്പോഴും മാരിഫയാണ്, ആൻഡ് അത് മൻസൂബാണ് മുനാദ. ഇനി മുനാദയ്ക്ക് തൻവീൻ വരുന്ന ഒരു ഇസ്മാണെങ്കിൽ, സാധാരണ രീതിക്ക് തൻവീൻ വെച്ചിട്ട് വരുന്ന ഒരു ഇസ്മാണെങ്കിൽ ആ തൻവീൻ നഷ്ടപ്പെടും, ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, മുനാദ മുനാദ എന്ന് പറയുന്നത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ വെരി ലൈറ്റ് ആയിട്ടാണ് ഈ ബുക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ മുഹമ്മദുൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഓ മുഹമ്മദ് എന്ന് വിളിക്കണം. അങ്ങനെ വരുമ്പോൾ യാ മുഹമ്മദുൻ എന്ന് പറയുന്നതിന്റെ ആ വാക്കിന്റെ തൻവീൻ കളഞ്ഞ് യാ മുഹമ്മദു എന്നായിരിക്കും. ഇനി വലതുൻ ആണെങ്കിൽ യാ വലതു. ഓക്കെ, അവിടെ മുഹമ്മദു വലതു എന്ന് പറയുന്നത് നമുക്കറിയാം, അത് മാരിഫയാണ്. ഓക്കെ, മിക്കപ്പോഴും നമ്മൾ അങ്ങനെ മാരിഫ ആയിട്ട് തന്നെ ആയിരിക്കും മുനാദ കാണുന്നത്. അതിൽ എക്സെപ്ഷൻ ഉള്ളത് നമ്മൾ പിന്നീട് പഠിക്കും ഇൻഷാ അല്ലാ എന്താണെന്നുള്ളത്. സാധാരണ രീതിക്ക് നമ്മൾ മാരിഫ ആയിട്ട് തന്നെ, കാരണം വിളിക്കുന്ന ആളെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ വിളിക്കുന്നത്, അറിയാലോ ആരെയാണ് വിളിക്കുന്നത് എന്നുള്ളത്. സ്പെസിഫിക് ആണ്, ഡെഫിനറ്റ് ആണ്, മാരിഫയാണ്. ഓക്കെ,
അതാണ് മുനാദ. അപ്പൊ മുനാദയുടെ ഡിങ് നോക്കുകയാണെങ്കിൽ ഡി മാരിഫയാണെന്ന് പറഞ്ഞു. ഇറാബ് മൻസൂബാണ്, മബിനിയാണ്. ആൻഡ് നമ്പർ മുഫ്രദും മുസന്നൻ ജമ ആകാം, ജെൻഡർ മുദക്കർ അല്ലെങ്കിൽ മുഅന്നസ് ആകാം. ഓക്കെ, ഇതിനിടയിൽ ഒരു ഡൗട്ട് വന്നത് ഖബർ മുഖദ്ദം മർഫു ആണോ? യെസ്, ഖബർ മുഖദ്ദം, ഖബർ മുഖദ്ദം ആണെങ്കിലും സാധാരണ രീതിക്ക് വരികയാണെങ്കിൽ അത് മർഫു ആണ്. അവിടെ ആ ഒരു ഫ്രേസ് ആയിട്ടായിരിക്കും നമ്മളത് കാണുന്നത് അല്ലേ? ജാർ മജ്റൂർ അല്ലെങ്കിൽ ദർഫ് മുദാഫിലേഹി ആയിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ ജാർ മജ്റൂർ ആയിട്ട് കാണുന്ന ഖബർ ആണെങ്കിലും ദർഫ് മുദാഫിലേഹി ആയിട്ട് കാണുന്ന ഖബർ ആണെങ്കിലും ആ ഖബറിലിരിക്കുന്ന ആ ഫ്രേസ് അത് ഖബർ ആയതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ മർഫു ആണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അവിടെ ഒരു ഹർഫ് ജർ വന്നാൽ ആ ഹർഫ് ജറിന് ശേഷം വരുന്ന ഇസ്മ മാത്രമല്ലേ മജ്റൂർ ആവുള്ളൂ, അല്ലെങ്കിൽ ദർഫിന് ശേഷം വരുന്ന ഇസ്മ മാത്രമാണ് മജ്റൂർ ആവുന്നത്. അല്ലാതെ നമുക്ക് ആ മൊത്തം ഫ്രേസിനെ മജ്റൂർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇപ്പൊ ഇല ബൈത്തീനെ നിങ്ങൾക്ക് മജ്റൂർ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഐന്ദൽ മുദീരീനെ നിങ്ങൾക്ക് മജ്റൂർ എന്ന് പറയാൻ പറ്റുമോ? അവിടെ മജ്റൂർ എന്ന് നിങ്ങൾ പറയുന്നത് എന്താണ്? ആ ബൈത്തി അല്ലെങ്കിൽ അൽ മുദീരി എന്ന് പറയുന്ന വാക്കിനെ മാത്രമേ നമുക്ക് മജ്റൂർ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഐന്ദൽ മുദീരി അല്ലെങ്കിൽ ഇല ബൈത്തി, സോറി ഇലൽ ബൈത്തി എന്ന് പറയുന്നത് ഒരു ജുംലയില് അത് ഖബറിന്റെ പൊസിഷനിൽ വന്നാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം അതെന്താണ്. ഖബർ ആയതുകൊണ്ട് എന്തായിരിക്കും അതിന്റെ അവസ്ഥ? എന്താണ്? അത് ഖബറാണ്, മർഫു ആണ്, അത്രേ ഉള്ളൂ. സാധാരണ രീതിക്ക് ഒറ്റ വാക്കായിട്ട് വരുന്ന മുഫ്രദ് ഖബർ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഹാദാ കിതാബുൻ, അവിടെ മർഫുവിന്റെ സൈൻ ഉണ്ട്, പറയാൻ പറ്റും മർഫു ആണെന്നുള്ളത്. പക്ഷെ ഫ്രേസ് ആയിട്ട് വന്നാലും അത് മർഫു ആണ്. എന്ത് രീതിയിലും ഖബർ വന്നോ ഖബർ മർഫു ആണ്, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഖബർ എപ്പോഴും മർഫു ആണ്. അതിപ്പോ ദർഫ് മുദാഫിലേഹി ആണെങ്കിലും അത് ജാർ മജ്റൂർ ആണെങ്കിലും ഷിബു ജുംല ആണെങ്കിലും അതൊരു ജുംല ആണെങ്കിലും അത് മൊത്തത്തിൽ അത് ഖബറിന്റെ പൊസിഷനിൽ ഇരിക്കുന്ന അതിനെ നമ്മൾ മർഫു എന്ന് തന്നെയാണ് വിളിക്കുക. അതിന്റെ അകത്ത് സംഭവിക്കുന്നത് അത് വേറെ കാര്യം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഖബർ ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, നമ്മളപ്പോ ഇതുവരെ മർഫു ആയിട്ട് വരുന്ന നാമങ്ങള് മജ്റൂർ ആയിട്ട് കാണുന്ന സിറ്റുവേഷൻ അതൊക്കെ പറഞ്ഞു അല്ലേ? മജ്റൂർ ആയിട്ട് കാണുന്ന 2 കണ്ടീഷൻസ് പറഞ്ഞു. ഇപ്പൊ മർഫു നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു, മുബ്തദ ഖബറും ഫായിലും നിങ്ങൾ ഇതുവരെ പഠിച്ചതനുസരിച്ച്. ഒരു നൗൺ എപ്പോഴാണ് മൻസൂബ് ആകുന്നതെന്ന് ചോദിച്ചാൽ ഇതുവരെ നിങ്ങൾ പഠിച്ചതനുസരിച്ച് ഈ 2 എണ്ണമാണ്. ഇനിയും ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യും നമ്മൾ പഠിക്കുന്നതനുസരിച്ച്. പക്ഷെ ഇപ്പോ ഇതുവരെ നിങ്ങൾ പഠിച്ചതിൽ മൻസൂബ് ഏതാണെന്ന് ചോദിച്ചാൽ ദർഫും മുനാദയും. ദർഫും മൻസൂബാണ്, മുനാദയും മൻസൂബാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇറാബിന്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ മർഫു ആയിട്ട് വരുന്നത് മുബ്തദ ഖബർ ഫായിൽ. ഇനിയും ഇത് ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യും. മൻസൂബായിട്ട് വരുന്നത് ദർഫും മുനാദയും. അഗൈൻ ഈ ലിസ്റ്റും കണ്ടിന്യൂ ചെയ്യും, തീർന്നിട്ടില്ല. പക്ഷെ ഇത് കംപ്ലീറ്റ് ആണ്. മജ്റൂർ എന്ന് പറയുന്നത് ഈ 2 എണ്ണേ ഉള്ളൂ. ഇതിനകത്ത് ഇനി ആഡ് ചെയ്യാനൊന്നുമില്ല. മുദാഫിലേഹിയും ഹർജറിന് ശേഷം വരുന്ന ഇസ്മും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ടു മച്ച് ആയോ? ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ? അടുത്തത് ഫെമിനിൻ ജെൻഡർ ആണ്. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ ക്വിസിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്യാം. ജെൻഡർ കൂടെ എടുക്കാം. ഓക്കെ, ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ ജിൻസ്
നമ്മള് ജെൻഡറിന്റെ കേസിൽ നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞു ജിൻസ് അറബിയിൽ 2 ഇതാണ്. സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ പറഞ്ഞിരുന്നു. അറബിയിൽ ഏതൊരു വാക്കെടുത്താലും അതിന് ജെൻഡർ ഉണ്ടാകും, ജിൻസ് ഉണ്ടാകും. മുദക്കർ അല്ലെങ്കിൽ മുഅന്നസ് ആയിരിക്കും. സാധാരണ രീതിയിൽ നമ്മൾ അതങ്ങനെ പറയാറില്ല വേറെ ഇപ്പൊ നമ്മുടെ ലാംഗ്വേജിലൊന്നും. ബട്ട് ഏതൊരു കാര്യം എടുത്താലും അതിന് ജെൻഡർ ഉണ്ടായിരിക്കും. അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. ഒരു നൗൺ, ഒരു ഇസ്മു ഒന്നെങ്കിൽ പുല്ലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം, മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ ആയിരിക്കും. ഓക്കെ, അത് നമ്മളിപ്പോ ബൈ ബർത്ത് ഒരു നൗൺ മർഫു എന്ന് പറയുന്ന പോലെ സാധാരണ രീതിക്ക് നമ്മളൊരു ഇസ്മിനെ അത് മുദക്കറായിട്ടായിരിക്കും കാണുക. പക്ഷെ അതിനെ മുഅന്നസ് ആക്കാനുള്ള ചില സൈൻസ് ഉണ്ടാകും. ആ സൈൻസ് വെച്ചിട്ടാണത് മുഅന്നസ് ആകുന്നത്. ഇല്ലെങ്കിൽ ബൈ ബർത്ത് ഒരു നൗൺ മർഫു എന്ന് പറയുന്ന പോലെ ബൈ ബർത്ത് നമുക്കൊരു നൗണിനെ മുദക്കറായിട്ട് എന്നുള്ള രീതിക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ നമ്മൾ പറയാൻ പോകുന്ന സൈൻസും അതുമൊക്കെ വെച്ചിട്ടാണ് അതിനെ നമ്മൾ മുഅന്നസ് ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ മുഅന്നസ് എന്നുള്ള ജെൻഡർ ആണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. മുഅന്നസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 തരമാണ് മുഅന്നസ്. മുഅന്നസ് ഹഖീഖി. ഹഖീഖി എന്ന് പറഞ്ഞാൽ ഹക്ക്, റിയൽ, യഥാർത്ഥമായിട്ടുള്ള സ്ത്രീലിംഗം, റിയൽ അല്ലെങ്കിൽ ആക്ച്വൽ ഫെമിനിൻ. മുഅന്നസ് ലഫ്ളി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ലഫ്ദുൽ ജലാല എന്ന് പറയുന്നത്, ലഫ്ദ് എന്ന് പറയുന്നത് വാക്കാണ്, വേർഡ്, ഫെമിനിൻ ബൈ വേർഡ് അല്ലെങ്കിൽ വാക്ക് കൊണ്ട് സ്ത്രീലിംഗം ആകുന്നത്. അപ്പം മുഅന്നസ് ഹഖീഖി എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് അത് ഹക്ക് കൊണ്ടത് ഫെമിനിൻ ആണ്, സ്ത്രീലിംഗമാണ്. ഇപ്പം നമ്മൾ ഉമ്മുൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഫെമിനിൻ ആണ്. ബിന്തുൻ അല്ലേ, മറിയമു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ പേരാണ്, അത് ഹക്കായിട്ടത് ഫെമിനിൻ ആണ്. ബക്കറത്തുൻ പശു അല്ലേ, അതും ഫെമിനിൻ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന വാക്കുകൾ എന്താണ്, മുഅന്നസ് ഹഖീഖിയാണ്, അത് റിയൽ ഫെമിനിൻ ആണ്, യഥാർത്ഥ സ്ത്രീലിംഗമാണ്. ഇനി വാക്ക് കൊണ്ടുവരുന്ന മുഅന്നസ് എന്ന് പറയുന്നത്, മുഅന്നസ് ലഫ്ളി എന്ന് പറയുന്നതിനെ നമുക്ക് വീണ്ടും 2ആയിട്ട് തിരിക്കാം. മുഅന്നസ് ഖിയാസിയും മുഅന്നസ് സമായിയും. ഖിയാസി എന്ന് പറയുന്നത് കുറച്ച് റൂൾസ് കൊണ്ടിട്ട്, നിയമങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഫെമിനിൻ ആക്കുന്നത്. ആ നിയമങ്ങൾ നമ്മൾ ഇനി പറയും. സമായി എന്ന് പറയുന്നത് കുറെ വാക്കുകളെ അറബികള് അങ്ങനെ ഫെമിനിൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല, കേട്ട് കേട്ട് അതിങ്ങനെ ആയി എന്നുള്ള രീതിക്കാണ്. സമാ എന്ന് പറഞ്ഞ കേൾക്കുക, ആ ഒരു അങ്ങനെ സ്പ്രെഡ് ചെയ്ത് അത് ഫെമിനിൻ ആക്കി വെച്ചേക്കുന്ന കുറെ വേർഡ്സ് ആണ് സമായി. ആ വേർഡ്സ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ സയൻസോ കാരണോ അങ്ങനൊന്നുമില്ല. അതങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേസമയം ഖിയാസി വാക്കുകൊണ്ട് നമ്മൾ പറയുന്ന ലഫ്ലിയിൽ വരുന്നതാണ് ഖിയാസി. ഖിയാസിക്ക് സയൻസ് ഉണ്ട്, ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ചില നിയമങ്ങൾ വെച്ചിട്ടാണ് അതിനെ നമ്മൾ ഫെമിനിൻ ആക്കുന്നത്. അത് 3 എണ്ണമാണ്. ഒന്ന്, അവസാനം താ മർബൂത്ത വരികയാണെങ്കിൽ ആ വാക്കിന്റെ അവസാനം താ മർബൂത്ത, ക്ലോസ്ഡ് തായാണ്, ഓക്കെ, അടഞ്ഞ തായാണ്, അത് വരികയാണെങ്കിൽ അതൊരു സൈനാണ്. കബീറത്തുൻ, സയ്യാറത്തുൻ. അതേസമയം ഇനി വേറൊരെണ്ണം, അടുത്ത സൈൻ എന്ന് പറയുന്നത് അലിഫ് മക്സൂറയാണ്. ആ എന്നുള്ള രീതിക്ക് സാധാരണ അലിഫ് ഉപയോഗിക്കുന്നതിന് പകരം യായുടെ ഷേപ്പിൽ കാണുന്നത്. താ മർബൂത്ത തുറന്ന തായല്ല കേട്ടോ, വള്ളം പോലെ ഇരിക്കുന്ന തായല്ല. ആരോ ചാറ്റ് ബോക്സിൽ മറ്റേ ഓപ്പൺ താ ഇട്ടു, അത് താ മഫ്തൂഹയാണ്, തുറന്നിരിക്കുന്ന താ. അലിഫ് മക്സൂറ, യാ പോലെ ഇരിക്കുന്ന, അത് ആ അലിഫിന് നമ്മൾ ഉച്ചരിക്കുന്ന പോലെ തന്നെയാണ് അത് ഉച്ചരിക്കുക. ഇപ്പൊ ലൈല, കുബ്രോ എന്നൊക്കെ പറയുന്ന ആ എന്നുള്ളൊരു സൗണ്ട് തന്നെയാണ് അത് തരുന്നത്. അതും എന്താണ്, ഫെമിനിൻ അല്ലെങ്കിൽ മുഅന്നസിന്റെ ഒരു ചിഹ്നമാണ്. ലൈല എന്നുള്ളത് പേരുമാണ് ഒരു സ്ത്രീയുടെ. കുബ്രോ എന്നുള്ള വാക്ക് അത് മുഅന്നസാണ്, അലിഫ് മക്സൂറയാണ് കാരണം. ഇനി അലിഫ് മംദൂദ. അലിഫ് മംദൂദ എന്ന് പറയുന്നത് അലിഫിന് ശേഷം ഒരു ഹംസ വരിക. ഹസ്നഉ, സൗദഉ എന്നൊക്കെ പറയുന്നത് അവിടെ അലിഫിന് ശേഷം ഒരു ഹംസ വരുന്നത്, അത് അലിഫ് മംദൂദയാണ്. അങ്ങനെ ആ അലിഫിന് ശേഷം ഹംസ കാണുന്നതിനെയാണ് അലിഫ് മംദൂദ എന്ന് പറയുന്നത്. അതും ഒരു മുഅന്നസിന്റെ സൈനാണ്. ഇത് 3ഉമാണ് ഖിയാസി ആക്കാനുള്ള സൈൻ അല്ലെങ്കിൽ കണ്ടീഷൻ അല്ലെങ്കിൽ റൂൾസ് എന്ന് പറയാം, നിയമങ്ങൾ. ഓക്കെ, അപ്പൊ മുഅന്നസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, മുഅന്നസ് 2 തരമാണ്, ഹഖീഖി അല്ലെങ്കിൽ ലഫ്ലി. ഹഖീഖി ആണെങ്കിൽ റിയൽ, യഥാർത്ഥമായിട്ടുള്ള സ്ത്രീലിംഗമാണ്. ലഫ്ലി വരുമ്പോൾ ഈ 2 എണ്ണമാണ്, ഖിയാസി അല്ലെങ്കിൽ സമായി. ഖിയാസി എന്ന് പറഞ്ഞാൽ നിയമം കൊണ്ടിട്ട് ഈ താ മർബൂത്ത അല്ലെങ്കിൽ അലിഫ് മക്സൂറ അല്ലെങ്കിൽ അലിഫ് മംദൂദ. സമായി എന്ന് പറയുന്നത് എന്താണ്, അറബികള് ഫെമിനിൻ ആക്കിയ അല്ലെങ്കിൽ സ്ത്രീലിംഗമാക്കിയ കുറെ കാര്യങ്ങളാണ്. അതിൽ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇരട്ട അവയവങ്ങൾ, അത് നമ്മൾ പഠിച്ചതാണ്.
പേഴ്സ് ആയിട്ട് വരുന്ന ബോഡി പാർട്സ്. ഇപ്പം കൈ, കാല്, കണ്ണ് ഇതൊക്കെ പെയറായിട്ടാണ്, ഇരട്ടയായിട്ട് വരുന്നതാണ്. പിന്നെ ഹെൽ ഫയറിന്റെ പേരുകൾ, നരകത്തീയുടെ പേരുകൾ നാർ, ജഹന്നം, ജഹീം എന്നൊക്കെ പറയുന്നത് ഫെമിനിൻ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. കാറ്റിന്റെ പേര്, വിൻഡിന്റെ പേരുകൾ റീഹ്, സൊർസൊറുൻ, ബാദുൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ അറബി അക്ഷരമാല, നമ്മൾ സാധാരണ രീതിക്ക് അലിഫ് എന്ന് പറയുന്ന വെറും ലൈൻ വരച്ചിട്ട് എഴുതുന്നതല്ല, ആ വാക്ക് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ആ അക്ഷരങ്ങളെ, ആ വാക്കുകളെ, ആ ഇസ്മ, അതൊരു ഇസ്മായി കഴിഞ്ഞു ഇല്ലേ? അലിഫ്, ബ, യ എന്ന് പറഞ്ഞ് നമ്മൾ ആ വാക്കായിട്ട് തന്നെ എഴുതുമ്പോൾ അതിനെ മുഅന്നസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ വൈൻസിന്റെ പേരുകൾ, വീഞ്ഞുകളുടെ പേര് ഹംറുൻ, റഹീഖുൻ എന്നൊക്കെ പറയുന്ന പേരുകൾ. പിന്നെ കൺട്രീസ്, സിറ്റീസ്, രാജ്യങ്ങളുടെ പേരുകൾ. ഒട്ടുമിക്ക രാജ്യങ്ങളും മുഅന്നസ് ആണ്, അതിലൊക്കെ എക്സെപ്ഷൻ ഉണ്ട്. ബട്ട് ഒട്ടുമിക്കതും ഇപ്പൊ മിസ്ർ, ഹിന്ദ് എന്നൊക്കെ പറയുന്ന ഒക്കെ മുഅന്നസ് ആണ്. പിന്നെ ചില ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, എവറിഡേ വേർഡ്സ് എന്ന് പറയുന്ന ഖിദ്റുൻ, ദാറുൻ, ഷംസുൻ, അർദുൻ എന്നൊക്കെ പറയുന്ന കുറെ വാക്കുകൾ. അങ്ങനെ ആ ഒരു മിസ്ലീനിയസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതിന് പ്രത്യേകിച്ച് കാറ്റഗറി ആയിട്ടോ അല്ലെങ്കിൽ ഇന്ന ഇതിലായിട്ടൊന്നും നമുക്ക് തിരിക്കാൻ പറ്റില്ല. ഇപ്പൊ വീഞ്ഞുകളുടെ പേരെന്ന് പറയുന്ന പോലെ അതിനെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ടൊന്നും പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇറാഷണൽ അല്ലെങ്കിൽ നോൺ ഇന്റലക്ച്വൽ, നിർജീവ വസ്തുക്കളുടെ ബഹുവചനങ്ങൾ, അത് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാ. പ്ലൂറൽസ് നമ്മൾ ജമ്മ കവർ ചെയ്യുന്ന സമയത്ത്. എക്സാമ്പിൾ കുത്തുബുൻ, മസാജിദ് എന്നൊക്കെ പറയുന്നതിനെയും ഫെമിനിൻ ആയിട്ട്, മുഅന്നസ് ആയിട്ടാണ് അറബി ഭാഷയിൽ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ അതിനെ അങ്ങനെയാണ് എടുക്കുന്നത്. ഇനി ഈ ചില ദൈനംദിന വാക്കുകൾ അല്ലെങ്കിൽ എവറിഡേ വേർഡ്സ് എന്ന് പറയുന്നത് കുറെ ഉണ്ട്. ആ വേർഡ്സ് നമ്മൾ പഠിച്ചു പോകുന്നത്, ഇപ്പൊ ഷംസുനൊക്കെ നമ്മൾ ബുക്കിൽ വന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, ഖിദ്റൂനും നിങ്ങൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഓരോന്ന് പഠിച്ചു പോകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. ഇതിനൊരു സ്റ്റോറി ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ആ കഥയൊക്കെ പഠിച്ചു വെച്ചിട്ട് ഇത് കാണാതെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ പഠിച്ചു പോകുന്ന അനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇതുവരെ നിങ്ങൾ ലെസണിൽ അല്ലെങ്കിൽ ബുക്കിൽ കവർ ചെയ്ത വാക്കുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഷംസുനാണെങ്കിലും ഖിദ്റൂനാണെങ്കിലും എന്താണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, അവര് മുന്നസാക്കിയേക്കാണ്, അത്ര തന്നെ. ഓക്കെ, അതിന്റെ കഥയൊക്കെ ഇവിടെ ഉണ്ട്. കഥയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ. ഇനി ഇതിന്റെ എക്സെപ്ഷൻ ആണ്. രാജ്യങ്ങളുടെ പേര് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒട്ടുമിക്കതിനെയും നമ്മൾ മുഅന്നസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ കൊടുത്തേക്കുന്ന ഈ പറയുന്ന രാജ്യങ്ങൾ മുദക്കറായിട്ടാണ്. ഇപ്പൊ ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളെ മുദക്കറായിട്ടാണ് എടുക്കുന്നത്. ഇനി അലിഫ് മക്സൂറ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ നമുക്ക് മുഅന്നസ് ഖിയാസിയുടെ കേസ് പറഞ്ഞപ്പോ താമർബൂത്ത, അലിഫ് മക്സൂറ, അലിഫ് മംദൂദ, ഇതിലും എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ താമർബൂത്ത എടുക്കുകയാണെങ്കിൽ ആണുങ്ങളുടെ പേരിന് താമർബൂത്ത വരാം, ഉസാമ, ത്വൽഹ, അതും നിങ്ങളിപ്പോ പഠിച്ചു. പക്ഷെ അത് മുഅന്നസ് ആണോ? താമർബൂത്ത് സാധാരണ രീതിക്ക് നമ്മൾ മുഅന്നസിന്റെ സൈനാണ്, ചിഹ്നമാണെന്ന് പറഞ്ഞാലും എപ്പോഴും വരണം എന്നില്ല. ഈ കേസിൽ ഇപ്പോൾ ആണുങ്ങളുടെ പേരാണ്, പുരുഷന്റെ നാമമാണ്, അതിനെ നമുക്ക് സ്ത്രീലിംഗമായിട്ട് പറയാൻ പറ്റില്ല. അലിഫ് മക്സൂറയ്ക്കും ഉണ്ട് അതേപോലെ പുരുഷനാമങ്ങളിൽ മൂസ, ഐസ എന്നൊക്കെ വരുന്നത്. അതേപോലെ അൽഹുദ പറയുന്ന വാക്കൊന്നും മുഅന്നസ് അല്ല. ഓക്കെ. അലിഫ് മംദൂദയിലും അതേപോലെ ഉലമ, ഫുഖറ, ഷുഹദ എന്നൊക്കെ പറയുന്നത് ഈ അലിഫ് മംദൂദയിലാണ് വരുന്നത്. പക്ഷെ അതിനെ മുഅന്നസ് ആയിട്ടുള്ള എടുക്കുന്നത്. അപ്പൊ എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്, ഒഴിവുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ ബോഡി പാർട്സ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു എന്ത്, പെയറായിട്ട് അല്ലെങ്കിൽ ജോഡിയായിട്ട് അല്ലെങ്കിൽ ഇരട്ട അവയവങ്ങൾ വരുന്നത് മുഅന്നസ് ആണ്. ഇപ്പൊ കണ്ണ്, കയ്യ്, ചെവി, കാല്, അങ്ങനെ ഇരട്ടയിൽ വരുന്നതൊക്കെ എന്താണ്, മുഅന്നസ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിലും കുറെയൊക്കെ നമ്മൾ ഈ ബുക്കിൽ കവർ ചെയ്യും, ബാക്കിയൊന്നും നമ്മൾ കവർ ചെയ്യാത്ത കുറെ ഇതുണ്ട് കേട്ടോ, പാർട്സ് ഉണ്ട്. ഓക്കെ. ബാക്കി ഇരട്ടയിൽ വരാത്തത് മുദക്കറാണ്. ബേസിക്കലി ജെൻഡർ അത്രയേ ഉള്ളൂ. ജെൻഡർ കഴിഞ്ഞു. ഓക്കെ ആണോ? ഇവിടെ നിർത്തണോ? കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. പറയൂ. ക്ലിയർ ആണോ? ഞാൻ ഫാസ്റ്റ് ആണോ? കൺഫ്യൂഷനോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടോ?
മഗ്രിബായി. ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, ഡൺ. ഓക്കെ, നമുക്കപ്പോൾ അവിടെ നിർത്താം. ഇൻഷാ അള്ളാ ചിലപ്പോൾ നെക്സ്റ്റ് ഒരു സെഷൻ കൊണ്ട് തീരുമായിരിക്കാം, അറിയില്ല. ഓക്കെ, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അപ്പുറം എനിക്ക് എടുക്കണം എന്നുമില്ല. ടു മച്ച് ആയാൽ റിവിഷൻ അല്ലേ, റിവിഷൻ തറവായിട്ടും പോകണ്ടേ, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ക്വിസിലെ ഡൗട്ട് ചോദിച്ചിരുന്നല്ലോ ആരോ. വേറെ ഡൗട്ട്സ് ഉണ്ടോ ക്വിസിലെ, അല്ലെങ്കിൽ അല്ലാത്തത്, ക്വിസ് അല്ലാത്തത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ഞാൻ ക്വിസ് 23 എടുക്കട്ടെ കേട്ടോ. അമീൻ വയ്യേക്കും. 23 എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്വിസിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച ആളൊന്ന് പറയോ? ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? ആയത്ത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നോ? ഇന്ന മുൻസിലൂന അല അഹ്ലി ഹാദിഹി, അതാണോ? ഓക്കെ, അതിലെന്തായിരുന്നു ഡൗട്ട്? എന്തായിരുന്നു? ഹാദിഹി മുദാഫ് ആണോ എന്നുള്ളതാണോ? ഇസ്മുൽ ഇഷാറോ മുദാഫായിട്ട് വരുന്നത്? ഓക്കെ. യെസ്, അവിടെ മുദാഫാണത്. മുദാഫല്ല, മുദാഫ് ഇലൈഹി. മുദാഫ് ഇലൈഹി ആണ്. ഇതിപ്പോ ചോദ്യം ബാക്കിയുള്ളവർക്ക് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സ്ക്രീനിൽ എടുക്കാൻ പറ്റുന്നില്ല. 1 2 3 4 ആറാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ് 23, സോറി, ക്ലാസ് 23 ക്വിസ് ആണ്. 6th ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിക്കുന്നത്. വാട്ട് ഈസ് ഹാദിഹി ഇൻ ദ ഫോളോയിങ് വേർഡ്സ്? അവിടെ ഹാദിഹി എന്താണെന്നുള്ളതാണ് ചോദ്യം. ആ ആയത്തിൽ. അപ്പൊ നിങ്ങൾ ആയത്തൊന്ന് നോക്കിയാൽ മതി. അവിടെ ഹാദിഹി എന്താണെന്നുള്ളത് ആയ ഞാൻ നോക്കട്ടെ കേട്ടോ, ഏത് ആയയാണെന്ന്. ഇന്ന മുൻസിലൂന അല അഹ്ലി. ഞാൻ നിങ്ങൾക്ക് ക്വിസിൽ സാധാരണ രീതിക്ക് ആയ ഏതാണെന്ന് ഞാൻ പറയാറില്ല. ഏത് ആയത്താണെന്ന് നോക്കട്ടെ. സൂറ അൽ അൻകബൂത്ത് ആയ 34 ആണ്. അത് നിങ്ങൾ ആ ആയത്ത് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് എടുത്തോളൂ. സൂറ അൽ അൻകബൂത്ത് ആയ 34. അതില് നോക്കട്ടെ കേട്ടോ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോന്ന്. ക്വിസ് എനിക്ക് ഇപ്പോൾ സെർച്ച് ചെയ്തെടുക്കാൻ ചിലപ്പോൾ ടൈം എടുക്കും, ബട്ട് ഞാൻ ആയത്തെടുക്കാം. ആയ നമ്പർ 34 ആണ്. കാണുന്നുണ്ടോ ആയ? ഓക്കെ, ഇതില് ക്വസ്റ്റ്യൻ ഹാദിഹി എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് അതിൽ തന്നിട്ടുണ്ട്, കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹാദിഹി എന്താണെന്നുള്ളതാണ് അതിലെ ചോദ്യം. ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, മുഷാറിൻ ഇലൈഹി, മുദാഫ്, മുദാഫ് ഇലൈഹി, ഇസ്മുൽ ഇഷാറ ലിൽ ഖരീബ്, മുദാഫ് വസ്ത്. ഇത്രയും ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇനി ഈവൻ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ തന്നെ ഹാദിഹി നിങ്ങൾക്ക് ഇസ്മുൽ ഇഷാറ ആണെന്ന് അറിയാം. ഖരീബാണോ ബഈദ് ആണോ?
ഖരീബാണോ ബഈദാണോ? ഹാദിഹി ഖരീബാണ്. യെസ്, ഖരീബാണ്. ഓക്കെ. ഇനി വേറെ എന്താണെന്നുള്ളതാണ്. മുഷാറിൻ ഇലൈഹി ആണോ, മുദാഫ് ആണോ, മുദാഫ് ഇലൈഹി ആണോ, മുദാഫ് വസത്താണോ എന്നുള്ളതാണ് ബാക്കി ഓപ്ഷൻസ്. എന്തായിരിക്കും ഇവിടെ? മുദാഫ് വസത്ത്, മുഷാറിൻ ഇലൈഹി. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ഓപ്ഷൻസ്? പറയൂ. ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യല്ലല്ലോ അല്ലേ? മുദാഫ് ഇലൈഹി. ഓക്കെ. ഓക്കെ, മുഷാറിൻ ഇലൈഹി പറഞ്ഞുതരാം. നമ്മള് മുഷാറിൻ ഇലൈഹി റിവിഷൻ എടുക്കും. മുഷാറിൻ ഇലൈഹി എന്താണ്? മുഷാറിൻ ഇലൈഹി എന്താണ്? നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻസ് ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. മുഷാറിൻ ഇലൈഹി എന്താണെന്ന് പറയും. ഇഷാറയ്ക്ക് ശേഷം വരുന്ന ഇസ്മ. യെസ് അല്ലേ? ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം വരുന്ന ഇസ്മ. അതിന്റെ പ്രത്യേകത എന്താണ്? ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം വരുന്ന ഏതൊരു ഇസ്മിനെ നമ്മൾ മുഷാറിൻ ഇലൈഹി എന്ന് പറയുമോ? അല്ലുള്ള ഇസ്മാണ്. യെസ്. ഓക്കെ. ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം വരുന്ന ഇസ്മാണ്. അപ്പൊ ഹാദിഹി മുഷാറിൻ ഇലൈഹി ആണോ? ഇവിടെ മുഷാറിൻ ഇലൈഹി എന്താണ് ഈ ആയത്തില്? ഈ ആയത്തിൽ മുഷാറിൻ ഇലൈഹി എന്താണ്? അൽ ഖറിയത്തിയാണ്. ഇസ്മുൽ ഇഷാറ, ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം അല്ല് വെച്ച് വന്നിട്ടുള്ള ഒരു ഇസ്മ മുഷാറിൻ ഇലൈഹിയാണ്. ഓക്കെ. അപ്പൊ മുഷാറിൻ ഇലൈഹി പോയി, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇസ്മുൽ ഇഷാറയാണ്. ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം വരുന്നതാണ് മുഷാറിൻ ഇലൈഹി. അല്ലാതെ ഇസ്മുൽ ഇഷാറനെ നമ്മൾ മുഷാറിൻ ഇലൈഹി വിളിക്കില്ല. എന്തിനാണോ ചൂണ്ടുന്നത് അതിനെയാണ് നമ്മൾ മുഷാറിൻ ഇലൈഹി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എന്താണ് പറഞ്ഞത്? ഹാദിഹി മുദാഫ് വസ്ത് എന്ന് പറഞ്ഞു. മുദാഫ് വസ്ത് അല്ലെങ്കിൽ മുദാഫ് വസത്ത് എന്ന് പറഞ്ഞവര് എന്തുകൊണ്ടാണ് പറഞ്ഞത് മുദാഫ് വസത്താണെന്നുള്ളത്? മുദാഫ് വസ്ത് എന്ന് പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ വേണം. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയണം. ഹാദിഹി മുദാഫ് വസ്ത് അല്ലെങ്കിൽ വസത്ത് ആകുന്നത് എങ്ങനെ? അതിന്റെ കാരണം. മുദാഫ് വസ്ത് വസത്ത് പറഞ്ഞവര് പറയൂ ആൻസർ, എക്സ്പ്ലനേഷൻ. നോ അൽ ഓർ തൻവീൻ ബട്ട് കസ്ര. ഓക്കെ. എനിക്ക് ആ എക്സ്പ്ലനേഷൻ എനിക്ക് കൺവിൻസിങ് ആണ്. മീൻസ് മുദാഫ് വസ്തിന്റെ എക്സ്പ്ലനേഷൻ ആണത്. മുദാഫ് വസ്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ സൈൻ ആണ്. അല്ലും തൻവീനും ഇല്ല, കെസ്രയാണെന്ന് പറയാം. കെസ്ര എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ ഒരു കെസ്ര എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തിരുത്തണം കേട്ടോ. മജ്റൂർ എന്ന് പറയണം. കെസ്ര എന്നുള്ള രീതിക്ക് കൺസിഡർ ചെയ്യരുത്. കാരണം എപ്പോഴും മജ്റൂറിന്റെ സൈൻ കെസ്ര ആവണം എന്നില്ല. നമ്മൾ ഇപ്പൊ പഠിച്ചതനുസരിച്ച് മുഫ്രദ് നാമങ്ങൾക്ക് നിങ്ങൾ കെസ്രയായിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ നിങ്ങളത് ജമൊക്കെ പഠിക്കുമ്പോൾ, ജമ്മു മുസന്നയൊക്കെ പഠിക്കുമ്പോൾ കെസ്രയൊന്നും ആയിരിക്കില്ല സൈൻ. ഓക്കെ. അല്ലും തൻവീനും മജ്റൂർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കെസ്ര എന്നുള്ളത് ഇവിടെ നിങ്ങൾ ഹാദിഹി, ആ കെസ്ര, ഹാദിഹിയുടെ കെസ്ര കണ്ടാൽ അത് മജ്റൂർ ആണെന്ന് പറയാൻ പറ്റുമോ?
കെസ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഹാദിഹി എപ്പോഴും ഹാദിഹി തന്നെയല്ലേ? മർഫൂലും മജ്റൂറിലും മൻസൂബിലും ഹാദിഹി തന്നെയല്ലേ? അത് മജ്റൂർ ആകുമ്പോ കെസ്ര എടുക്കുന്നതല്ലല്ലോ, ആണോ? ഹാദിഹി മബിനിയല്ലേ? മബിനിയാണ്. അത് മർഫൂയിലും മൻസൂബിലും മജ്റൂറിലും ആ കെസ്ര അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്ക് ആ കെസ്ര മജ്റൂറിന്റെ സൈൻ ആണെന്ന് പറയാൻ പറ്റുക? മബിനിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അല്ലും തൻവീനും ഹാദിഹി അല്ലും തൻവീനും ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ മുദാഫ് വസ്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്. മുദാഫ് വസ്തിന്റെ കാര്യം ചോദിച്ചാൽ അല്ലും തൻവീനും ഇല്ല, മജ്റൂർ ആയിട്ടുള്ള ഇസ്മാണ്. കറക്റ്റ് ആണ്. പക്ഷെ ഹാദിഹി അല്ലും തൻവീനും എടുക്കുവോ? അങ്ങനെ ഒരു നാമമാണോ, ഒരു നൗൺ ആണോ? അൽ ഹാദിഹി അല്ലെങ്കിൽ ഹാദിഹിൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഹാദിഹി എന്ന് പറയുന്നത് മബിനിയായിട്ടുള്ള ഒരു ഇസ്മാണ്. അതിനകത്ത് അല്ലും തൻവീനും എടുക്കുന്ന ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ അതിന്റെ ഇറാബിന്റെ കാര്യവും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കെസ്ര കണ്ടിട്ടൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റില്ല. പിന്നെ ഏതൊക്കെ രീതിയിൽ ഇനി മുദാഫ് വസ്ത് എന്ന് പറയണമെങ്കിൽ ഇനി എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? സൈനും ഇതൊക്കെ വിട്ടോളൂ. അല്ലാതെ ഇനി എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് മുദാഫ് വസ്ത് എന്ന് പറയാൻ പറ്റുമോ? അത് മബിനിയായിട്ടുള്ള ഒരു ഇസ്മാണ്. അപ്പൊ ഇതൊന്നും അതിനെ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്തായിരിക്കും മുദാഫ് വസ്ത് ആണെങ്കിൽ? സൈൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയേക്കുന്നത്? ഒരേ സമയം അത് മുദാഫും ആയിരിക്കണം, മുദാഫ് ഇലൈഹിയും ആയിരിക്കണം. അത് നോക്കുക ആണോന്ന്. ഒരേ സമയം മുദാഫും മുദാഫ് ഇലൈഹിയും ആണോ? ഓക്കെ, മുദാഫ് ഇലൈഹി എന്ന് പറയാനുള്ള കാരണം എന്താ? മുദാഫ് ഇലൈഹി ആണെന്ന് പറയാനുള്ള കാരണം എന്താ? ഹാദിഹി മുദാഫ് ഇലൈഹി ആകുന്നതിന്റെ എക്സ്പ്ലനേഷൻ പറയൂ. മീനിങ് നോക്കരുത്. ഇറ്റ്സ് മീനിങ് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇദാഫ പഠിക്കുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അതിന്റെ കണ്ടീഷൻ എന്താണ് പറയൂ. മുദാഫ് ഇലൈഹി ആകുന്നത് എങ്ങനെയാണ്? മജ്റൂർ മജ്റൂർ ഇപ്പൊ നമുക്ക് കണ്ടാ പറയാൻ പറ്റില്ലല്ലോ. ഹാദിഹി കാണുമ്പോ നമുക്ക് കാഴ്ചയിൽ മജ്റൂർ ആണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? മബിനിയല്ലേ? മജ്റൂറാണ്, മുദാഫ് ഇലൈഹി മജ്റൂറാണ്. എഗ്രി ചെയ്യുന്നുണ്ട്. ഏതാണ് മജ്റൂർ? ഏത് വാക്കാണ് മജ്റൂർ? അതിന്റെ മുന്നേ വരുന്ന അഹ്ലി മജ്റൂർ ആയതുകൊണ്ടോ? അഹ്ലി മജ്റൂർ ആയതുകൊണ്ട് ഹാദിഹി മുദാഫ് ഇലൈഹി അതാണോ? അങ്ങനെയാണോ? അങ്ങനെ ഒരു റൂൾ ഉണ്ടോ? മുദാഫ് ഇലൈഹിക്ക് മുദാഫ് ഇലൈഹിയുടെ മുന്നിൽ വരുന്ന ഇസ്മ മജ്റൂർ ആയാൽ ശേഷം വരുന്ന ഇസ്മ മുദാഫ് ഇലൈഹി ആണെന്നുള്ളത് എനിക്കത് ക്ലിയർ ആയില്ല കേട്ടോ. അല അഹ്ലി ഹാദിഹി മാത്രമേ ഉള്ളൂ കേട്ടോ. അൽ ഖരിയത്തി വിട്ടേരെ, അതവിടെ പോയി. അല അഹ്ലി ഹാദിഹി എന്ന് പറയുന്നത് എന്റെ ചോദ്യം ഹാദിഹി മുദാഫ് ഇലൈഹി ആണോ എന്നാണ് എന്റെ ചോദ്യം. അൽ ഖരിയത്തി പിക്ചറിനെ മാറ്റിക്കോ. അത്രയും വരെ ഞാൻ തന്നിട്ടുള്ളൂ നിങ്ങൾക്ക്. അൽ ഖരിയത്തിനെ കുറിച്ച് തന്നിട്ടേ ഇല്ല. ഹാദിഹി മുദാഫ് ഇലൈഹി ആണോ? ചിന്തിക്കൂ. നക്കിറയായ ഇസ്മിന്റെ ശേഷം വരുന്നത്. നക്കിറയായ ഇസ്മ ഏതാണ്? നിങ്ങൾ എങ്ങനെയാണ് ഒരു ഇസ്മ മുദാഫ് ഇലൈഹി, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഇസ്മിനെ മുദാഫ് ഇലൈഹി ആണെന്ന് മനസ്സിലാക്കുന്നത്? അതാണ് എനിക്ക് എനിക്ക് ക്ലിയർ ആവേണ്ടത്. കാരണം ഇവിടെ മുദാഫ് ഇലൈഹി നമുക്ക് ഇറാബ് വെച്ച് പറയാൻ പറ്റില്ല. ഒന്നതാണ് ക്ലിയർ ആയിട്ട് നമുക്ക് മുദാഫ് ഇലൈഹി തിരിച്ചറിയണമെങ്കിൽ മജ്റൂർ ആണ് ഒരു ഇത്. പക്ഷെ ഇവിടെ ഹാദിഹി മബിനി ആയിട്ടുള്ള ഒരു ഇസ്മ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അതിന്റെ സൈൻ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മുദാഫ് ഇലൈഹി ആണെന്ന് വേറെ രീതിക്ക് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും?
കറക്റ്റ്. അതിന് മുന്നേ ഉള്ള ഇസ്മിന് അല്ലും തൻവീനും ഇല്ല. ഇല്ലേ? അഹ്ലിക്ക് അല്ലും തൻവീനും ഉണ്ടോ? നിങ്ങളൊരു ഇസ്മ് മുദാഫ് ഇലൈഹി ആണെന്ന് ഉറപ്പിക്കുന്നത് 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഒന്ന്, അതിന് മുന്നേ ഉള്ള ഇസ്മ ആദ്യമേ മുദാഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് മുദാഫ് ഇലൈഹി മജ്റൂർ ആണോ എന്നും ചെക്ക് ചെയ്യുക. ചില കേസസ്, ഓൾമോസ്റ്റ് പല കേസസിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. കാരണം കെസ്റ ഉണ്ടാവും, മജ്റൂറിന്റെ സൈൻ അവിടെ കാണും മുഫ്രദായിട്ടുള്ള ഇസ്മുകൾക്ക്. ഇല്ലെങ്കിൽ ഇങ്ങനെ വന്ന കേസ് അതിന് തൊട്ട് മുന്നേ ഉള്ള ഇസ്മ നോക്കിയാൽ മനസ്സിലാവില്ലേ അല്ലും തൻവീനും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അല്ലും തൻവീനും ഇല്ല, അഹ്ലി മുദാഫ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഹാദിഹി മുദാഫ് ഇലൈഹി ആകാനാണ് ചാൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോഴും നിങ്ങൾക്ക് അതിന്റെ ഇറാബ് കൺഫേം ചെയ്താൽ മജ്റൂറാന്ന് ഉറപ്പിക്കാം, ഇല്ലേ? അതിനി എങ്ങനെ, ഇനിയിപ്പോ ബാക്കി ആയത്തും കൂടെ എടുത്തോളൂ. അതിനി എങ്ങനെ ഉറപ്പിക്കാം മജ്റൂർ ആണോ എന്നുള്ളത്? ആ, മുഷാറിനിലേഹി നോക്കിയാൽ മതി. ഇസ്മുൽ ഇഷാറ മുഷാറിനിലേഹി എന്താണ്? ഡിപ്പെൻഡന്റ് നൗൺസ് അല്ലേ ഇവര്? ആശ്രിത നാമങ്ങൾ ആണോ? ഇസ്മുൽ ഇഷാറ മുഷാറിനിലേഹി, ഇസ്മുൽ ഇഷാറയുടെ ഇറാബ് എന്താണോ അതായിരിക്കും മുഷാറിനിലേഹി എടുക്കുക. മുഷാറിനിലേഹിയുടെ ഇറാബ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലേ? എന്താണ്? മജ്റൂറാണ്. അപ്പോ ഹാദിഹി എന്തായി? മജ്റൂറായി. അപ്പൊ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം അത് മുദാഫ് ഇലൈഹി ആണെന്ന്. അത്രേ ഉള്ളൂ. അഹ്ലി മജ്റൂറായതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം, ആലായാണ്. അഹ്ലി അല്ലും തൻവീനും ഇല്ല, കെസ്റയാണെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ വസ്തെന്ന് വിളിക്കാൻ പാടില്ല. വിളിക്കോ? അഹ്ലി മുദാഫ് വസ്തെന്ന് പറയോ? മുദാഫ് വസ്തു പറയണെങ്കിൽ അതിന് മുന്നേ മുദാഫ് വേണം, ഹർജർ വന്നാൽ പറ്റില്ല. ഓക്കെ, ഒരു ഇദാഫയുടെ ചെയിനിലാണ് നമ്മൾ മുദാഫ് വസ്തു കാണുന്നത്. മുദാഫ് വസ്തു എന്ന് പറയുന്നത് നടുക്ക് വരുന്ന അല്ലെങ്കിൽ മധ്യഭാഗത്ത് വരുന്ന മിഡിൽ കാണുന്ന മുദാഫ് ഇലൈഹിനെയാണ് നമ്മൾ പറയുന്നത്. അത് ഒരേ സമയം മുദാഫും മുദാഫ് ഇലൈഹി ആയിരിക്കുന്ന ഇസ്മാണ്. അപ്പൊ അതിന് മുന്നേ മുദാഫ് വന്നാൽ മാത്രമേ നമുക്ക് അതിനെ മുദാഫ് വസ്തു എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അഹ്ലി അല്ലും തൻവീനും ഇല്ല, മജ്റൂറാണ്, ശരിയാണ്. പക്ഷെ അതിന് മുന്നേ മുദാഫ് ഇല്ല. ഓക്കെ, ഇതിൽ സമായിയും മജ്റൂർ അല്ലേ? സമായി മജ്റൂർ ആവാനുള്ള കാരണം എന്താണ്? മിന്നാണ്, ഹർജർ. മിന വരാനുള്ള കാരണം എന്താണ്? മൻസൂബ് ആയതുകൊണ്ടാണോ? മിന കറക്റ്റ് ആണ്, ഇൽത്തിഖാ സാക്കിനൈനാണ്. യെസ്, ക്ലിയർ ആണോ ഹാദിഹി? ഇവിടെ ആൻസർ എന്താണ്? ഹാദിഹി മുദാഫ് ഇലൈഹി ആണ്. ഓക്കെ, അപ്പൊ ആ ക്വിസില് ഇസ്മുൽ ഇഷാറ ലിൽ ഖരീബ് എന്നും മുദാഫ് ഇലൈഹി എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹാദിഹി മുദാഫ് ഇലൈഹി ആയത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഓൺ ദ പീപ്പിൾ ഓഫ് ദിസ് സിറ്റി അല്ലെങ്കിൽ ദിസ് വില്ലേജ്, ഈ വില്ലേജിന്റെ ആളുകൾ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഹാദിഹിൽ ഖറിയത്തി എന്ന് പറയുന്നത് ആണ് മുദാഫ് ഇലൈഹിയുടെ ഇസ്മുൽ ഇഷാറ മുഷാറിൻ ഇലൈഹി മുദാഫ് ഇലൈഹിയുടെ രീതിയിൽ വന്നേക്കുന്നത്. അവിടെ നമ്മൾ ഹാദിഹിനെ മാത്രമാണ് മുദാഫ് ഇലൈഹി പറയുന്നത്. മുഷാറിൻ ഇലൈഹി മറ്റേത് മുഷാറിൻ ഇലൈഹി ആയിട്ട് പറഞ്ഞാൽ മതി.
അല്ലും തൻവീനും ഇല്ലാത്ത നൗൺസ് ഇപ്പൊ സോഫാർ നിങ്ങൾ പഠിച്ചത് മുദാഫാണ്. അതില്ലാത്ത കാണുന്നതും നിങ്ങളിപ്പോ പഠിച്ചില്ലേ? അത് ഞാന് സമ്മറി നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പഠിച്ചതനുസരിച്ച് അല്ലും തൻവീനും ഇല്ലാതെ കാണുന്ന വേറെ ഏത് സിറ്റുവേഷൻസ് ഉണ്ട്? നിങ്ങളിപ്പോ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ? മുദാഫ് ഒന്ന്, അല്ലാതെ വേറെ ഏത് അവസ്ഥയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അല്ലും തൻവീനും ഇല്ലാതെ കാണാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ എപ്പോഴും ഒരു ഇസ്മ അല്ലും തൻവീനും ഇല്ലാതെ കണ്ടാ മുദാഫാണെന്ന് ഉറപ്പിക്കാമോ എന്നാണ് ചോദ്യം. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? അല്ലും തൻവീനും ഇല്ലാതെ കാണുന്ന വേറെ അവസ്ഥകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മുനാദ, യെസ്. മുനാദ കറക്റ്റ് ആണ്. നക്കിറ എന്ന് പറയാൻ പറ്റില്ലോ? നക്കിറ നമ്മൾ തൻവീൻ എടുക്കും എന്നല്ലേ പറയുന്നത് നക്കിറയ്ക്ക്? മുനാദ അല്ലും തൻവീനും ഇല്ലാതല്ലേ നിങ്ങൾ കാണുന്നത്? യാ മുഹമ്മദു, യാ വലദു. ഓക്കെ, പിന്നെ അല്ലും തൻവീനും ഇല്ലാതെ കാണുന്ന ഏതാണ്? ഫെമിനിൻ നെയിം ആണ്. യെസ്, ഫെമിനിൻ നെയിംസിന് നമുക്കിപ്പോ ഒരു പേര് നമ്മൾ പഠിച്ചില്ലേ? യെസ്, മംനു മിന സർഫ്. തൻവീൻ എടുക്കില്ല എന്ന് പറഞ്ഞല്ലേ നമ്മളത് പഠിച്ചേക്കുന്നത്? നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അല്ലില്ലാതെ നമുക്കത് കാണാൻ പറ്റും, ഇല്ലേ? ജൗആനു, അതുഷാനു, ഒതുബാനു പോലുള്ള അഡ്ജക്റ്റീവ്സ് ആയിക്കോട്ടെ, ആണുങ്ങളുടെ പേരുകളായിക്കോട്ടെ, സ്ത്രീകളുടെ പേരുകളായിക്കോട്ടെ, അല്ലും തൻവീനും ഇല്ല, ഇല്ലേ? ഫാത്തിമത്തു, ആമിനത്തു. ഇനിയുമുണ്ട്, നമുക്ക് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഒന്നെങ്കിൽ ഹർഫിന് ഇതൊക്കെ ശേഷം വരുന്നത് ഈ പറഞ്ഞ പോലെ തൻവീൻ ഇല്ലാത്ത രീതിക്ക് നമുക്ക് കാണാൻ പറ്റും. മംനു മിന സർഫിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ ഇനിയും മംനു മിന സർഫ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാ. ആൻഡ് മുദാഫ്. ഓക്കെ ആണോ? ഇസ്മുൽ ഇഷാറ മുദാഫ് ആയിട്ട് വരില്ല. നമ്മൾ ചൂണ്ടാൻ ഉപയോഗിക്കുന്നതല്ലേ, അത് പോയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൗൺ അല്ലേ? അതിനുശേഷം ഒന്നെങ്കിൽ മുഷാറിൻ ഇലൈഹി ആയിരിക്കും വരിക, അല്ലെങ്കിൽ പിന്നെ ഖബർ ആയിരിക്കും വരിക. ഈ പേന അല്ലെങ്കിൽ ഇതൊരു പേനയാണ് എന്നുള്ള രീതിക്കൊക്കെ അല്ലേ നമ്മൾ ഇസ്മുൽ ഇഷാറ ഉപയോഗിക്കുക? ദിസ് ഇസ് എ പെൻ അല്ലെങ്കിൽ ദിസ് പെൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്വിസിലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ നോക്കിയിട്ട് വായോ. ഇതേപോലെ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരാം ഇൻഷാ അല്ലാ. പഴയ ക്വിസസ് ഒക്കെ എടുത്ത് റിവൈസ് ചെയ്യുക. ഒരുപക്ഷെ നമ്മളിത് ക്ലിയർ ചെയ്ത് പോയി എക്സ്പ്ലെയിൻ ചെയ്ത് പോയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ മറന്നു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡൗട്ട്സ് ചോദിക്കുന്നത് നല്ലതാണ് ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഇസ്മ മക്സൂറും വരില്ലേ? ഇസ്മ മക്സൂറ് നമ്മൾ അങ്ങനെ അല്ലും തൻവീനും എടുക്കാത്ത കേസായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അത് നമ്മൾ മക്സൂർ ജസ്റ്റ് ഒരു ഇതിൽ മാത്രമേ നമ്മൾ എടുത്തു പോയിട്ടുള്ളൂ. അത് ഇനി നമ്മൾ കവർ ചെയ്യും ഇൻഷാ അല്ലാ. സെയിം ടൈം ഇൻഷാ അല്ലാ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, സെയിം ടൈം കീപ്പ് ചെയ്യാൻ ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? കൺക്ലൂഡ് ചെയ്യാം ഇൻഷാ അല്ലാ. ബാക്കി പോർഷൻസും നിങ്ങൾ നോക്കി റിവൈസ് ചെയ്ത് വരികയാണെങ്കിൽ അത്രയും നല്ലതാണ്. എപ്പോഴാണ് അടുത്ത സെഷൻ ഞാൻ അനൗൺസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. യൂട്യൂബ് ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ കമൻറ്റിൽ ചെയ്തോളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ബാക്കി പോർഷൻസ് റിവൈസ് ചെയ്യുക. എക്സാമിന് റെഡി ആയിക്കോ. ചിലപ്പോൾ ഒരു സെഷൻ കൊണ്ട് നമ്മൾ റിവിഷൻ തീർത്തേക്കോട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ എക്സാം ആയിരിക്കും ഇൻഷാ അല്ലാ.
آمين وإياكم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.